നമ്മ ഈ ചെറുപ്പത്തിലേ തൊട്ട് ഈ കടല് ഇതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ക്രൈസ് ഉള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ പോയി നമുക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കാണിച്ചു. ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കടൽ മാക്രി ചാനലിന്റെ അഡ്മിൻ ആയിട്ടുള്ള എഡ്വിൻ ചേട്ടൻ കാണാനായിട്ടാണ്. ഹായ്. പലരും എൻ്റെ ഈ ചാനലിലൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ്, നീ കടലിൽ പോണ വീഡിയോ കൊടുക്കാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറ്. കടലിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഇങ്ങനെ കമന്റ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് ആളുകൾ ഇത് കാണാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുള്ളത്. പോയതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ട് ഞാൻ കന്യാകുമാരിയിൽ വെച്ചൊരു വള്ളത്തിൽ പോയായിരുന്നു. പായവഞ്ചി കെട്ടിയിട്ടുള്ളൊരു വള്ളമുണ്ട്, എഞ്ചിൻ ഉണ്ടാവില്ല അതിന്. വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ അഴി ഇങ്ങനെ ഇറങ്ങി വള്ളം ഇങ്ങനെ വന്നപ്പോഴേക്കും ഒരു കടൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അടിച്ചു വന്നപ്പോഴേക്കും വള്ളത്തിന്റെ ഓൾമോസ്റ്റ് മോളിൽ കൂടെയാണ് ആ തെര ഇങ്ങനെ പോയി കുളിപ്പിച്ചോളൂ ഞങ്ങളെല്ലാം. പേടിച്ചുപോയി. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഞാനൊന്ന് പതറിപ്പോയി. നിങ്ങളുടെ വീഡിയോസ് കാണുന്ന സമയത്ത് ഞാൻ മാത്രമല്ല എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കൊതി വരുന്നതും അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ബോട്ടിലെ മീൻകറി കാണുമ്പോഴത്തേക്കാ. അത് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഈ കടലിൽ നിന്ന് ഇപ്പൊ ഫ്രഷ് ആയിട്ട് പിടിക്കണ മീൻ, ആ മീൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതെനിക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല, എത്രത്തോളം പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുകയും അത് അവിടെ വന്നു കഴിഞ്ഞാൽ മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. മീൻ കിട്ടാതെ നിൽക്കുന്ന സമയങ്ങൾ ഉണ്ടാവാറുണ്ടോ? എപ്പോഴും നമുക്ക് മീൻ കിട്ടണമെന്നില്ല, നഷ്ടം വരും. കടത്തി കയറണമെന്നുണ്ട്. അതായത് പെട്ടെന്ന് ഇപ്പൊ ഒരു ബോട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അധികം ടൈം ഒന്നും വേണ്ട, പൊട്ടോ വിജയിക്കോ എന്നൊക്കെ അറിയാനായിട്ട്. 2-3 പ്രാവശ്യം കടം കയറി കഴിഞ്ഞാൽ പിന്നെ തീർന്ന് പരിപാടി തീർന്നു. അതേസമയം നമുക്ക് നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാല് ഒരു ഭാഗ്യവും കൂടെ അല്ലേ. കടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഭാഗ്യത്തിന്റെ കളിയാണ്. ഓരോ തവണ നമ്മൾ ഈ ലോങ് ആയിട്ട് കടലിൽ പോകുമ്പോഴും നമുക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് 100% ഒരു ഗ്യാരണ്ടി ഇല്ലാണ്ടല്ലേ പോകുന്നത്. ഹലോ ആൻഡ് വെൽക്കം ടു ഗ്ലോബൽ വില്ലേജ്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ നോർത്ത് പറവൂരുള്ള കുഞ്ഞിത്തൈയിലാണ്. ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കടൽ മാക്രി ചാനലിന്റെ അഡ്മിൻ ആയിട്ടുള്ള എഡ്വിൻ ചേട്ടൻ കാണാനായിട്ടാണ്. വെൽക്കം ചേട്ടാ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കടൽ മാക്രി പേജൊക്കെ കണ്ട് ഈ ബോട്ടും ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് ഈ ബോട്ടിൽ ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും എന്നുള്ളത്. ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യാൻ വരുമോ. ഇങ്ങനെ ഒരു ഇന്റർവ്യൂ സെറ്റപ്പ് സത്യം പറഞ്ഞാല് ഫസ്റ്റ് ടൈം ആണ്. വെള്ളത്തിന്റെ നടുക്ക് ഇങ്ങനെ ഈ ബോട്ടിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ. അതെ, അടിപൊളി. നല്ല ഒരു കാറ്റും ചെറിയ സൺലൈറ്റും നല്ലൊരു ഫീല്. ശരിക്കും നിങ്ങൾക്ക് ഇത് ഡെയിലി എക്സ്പീരിയൻസ് ചെയ്യാലോ. ഇത് എപ്പോഴും ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവമാണ്. ശരിക്കും ഇതിലാണോ നമ്മള് നമ്മുടെ ചാനലിൽ കാണുന്ന? അതെ അതെ, ഞാൻ മെയിൻ ആയിട്ട് പോണത് ഈ ബോട്ടിനകത്താണ്. ബീന എന്ന് പറഞ്ഞാണ് ഈ ബോട്ടിന്റെ പേര്. ബീന എന്നാണ് ഈ ബോട്ടിന്റെ പേര്. എല്ലാ ബോട്ടിനും അങ്ങനെ ഓരോരോ പേരുകളുണ്ട്. എല്ലാ ബോട്ടിലും ഉണ്ട് ഓരോരോ പേരുകള്. അത് നമ്മ ഇപ്പൊ ഓണർമാരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മ പേരുകള് ബോട്ടിനിടുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം ഞാൻ കടലിൽ പോയ ബോട്ടാണ് ആ കിടക്കണം, തൊട്ടപ്പുറം തന്നെ കിടക്കണം. അതിന്റെ പേര് ബോണർഗീസ് എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ബോട്ടിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് സേവിയർ എന്ന് പറഞ്ഞ ഒരു സ്രാങ്ക് ഉണ്ട്. പുള്ളിക്കാരൻ സ്രാങ്കിനെ പറ്റി അത് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. സ്രാങ്കാരാണ് പണിക്കാര്. സ്രാങ്കിന് ആദ്യം ഫുഡ് കൊടുക്കുന്നത് അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്രാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ബോട്ടിന്റെ ഷിപ്പില് ക്യാപ്റ്റൻ എങ്ങനെയാണ് അതുപോലെയാണ് സ്രാങ്ക് കപ്പിത്താൻ. അതെ, കപ്പിത്താൻ എന്ന് പറയാം. അതായത് പണിക്കാരെ നിയന്ത്രിക്കണത്. അതുപോലെ തന്നെ ബോട്ടിന്റെ എല്ലാ കാര്യങ്ങള് ഈ കടലിലേക്ക് ബോട്ട് പോയി കഴിഞ്ഞാല് ഫുള്ള് കാര്യങ്ങൾ നിയന്ത്രിക്കണത് സ്രാങ്കാണ്. പുള്ളിക്കാരന്റെ തലയിലായിരിക്കും ഫുള്ള് ആ ഒരു ടെൻഷനും കാര്യങ്ങളും. ലീഡർ അല്ലേ? അതെ. ഈ സ്രാങ്ക് എന്ന് പറഞ്ഞ പൊസിഷൻ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ അത് നമ്മൾ ഈ ഒരു ജോബ് പോലെ ഇങ്ങനെ പ്രൊമോഷൻ ആയി വരുന്നതാണോ സ്രാങ്ക്? നമ്മ ഈ പറഞ്ഞ എൻജിൻ സൈഡ് കാര്യങ്ങള് അങ്ങനെ പോയി 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 എക്സ്പീരിയൻസ് ചെയ്ത് കുറെ നാളത്തെയാണ് ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തുന്നത്. പിന്നെ കഴിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എത്താം. അങ്ങനത്തെ ഒരു ഇതാണത്. അപ്പൊ പറഞ്ഞു വന്നത് സ്രാങ്കിന്റെ കാര്യം പറഞ്ഞു വന്നത്. സ്രാങ്ക് പുള്ളിക്കാരൻ ഞാനായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പൊ ഞാൻ രക്ഷപ്പെട്ട് ഇങ്ങനെയൊക്കെ എത്തണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പുള്ളിക്കാരനാണ്. അപ്പൊ എന്നെ കുറെ പേര് എന്നെ നമുക്ക് ഫസ്റ്റ് ടൈം ബോട്ടിൽ പോകുന്ന നേരത്ത് നമ്മളങ്ങനെ ആരും കൊണ്ടുപോകത്തില്ല. കാരണം കടലിലേക്ക് പോകുന്ന നേരത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ചൊരുക്ക് വരും, കടൽ വോമിറ്റിംഗ് വരും. അപ്പൊ അത് വരാൻ നേരത്ത് നമ്മ ഒരു 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ടാണ് ബോട്ട് കടലിലേക്ക് പോകുന്നത്. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് വന്നു കഴിഞ്ഞാല് ആ ആക്ക് വേണ്ടി നമ്മ കടലിൽ നിന്ന് ബോട്ട് തിരിച്ച് കരയിലേക്ക് വരേണ്ടി വരും. അപ്പൊ അത്രയും പൈസ നമുക്ക് ചെലവാണ്, നഷ്ടം വരും. അപ്പൊ അതിന്റെ പേരിൽ പേടിച്ചിട്ട് അങ്ങനെ ആരും കൊണ്ടുപോയില്ല. പുള്ളിക്കാരനാണ് എന്റെ അടുത്ത് പറഞ്ഞത് ധൈര്യമായിട്ട് കയറിപ്പോന്നൊന്നും പറഞ്ഞ് എന്നെ ഫസ്റ്റ് ടൈം ഇങ്ങനെ കൊണ്ടുപോയത് പുള്ളിയാണ്. അത് വിൽസൺ ചേട്ടൻ എന്ന് പറഞ്ഞ പുള്ളിയാണ് കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സേവിയർ എന്ന് പറയുന്ന സ്രാങ്ക് പുള്ളിക്കാരനാണ് കൂടെ നിർത്തി തന്നെ എല്ലാ കാര്യങ്ങളും. എനിക്കുള്ള ഡൗട്ടുകളും കാര്യങ്ങളെല്ലാം പുള്ളിക്കാരനടുത്ത് ചോദിക്കും. ഇപ്പൊ ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പോലാണെങ്കിലും വെറുതെ എടുത്ത് ഞാനിങ്ങനെ പറയണല്ല, നമ്മിങ്ങനെ ചോദിച്ചു മനസ്സിലാക്കി അതിനെ കുറിച്ച് പഠിച്ച് അങ്ങനെയാണ് ഓരോ വീഡിയോസ് നമ്മ
നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഞാനൊരു ഫിഷർമാൻ ആയിട്ട് ഇങ്ങനെ ഇറങ്ങാം അങ്ങനെ പറഞ്ഞ് ഇറങ്ങിയത് സത്യം പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടു ദ സീ എപ്പോഴായിരുന്നു? എന്റെ അപ്പൻ കടലിൽ പോണ ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ 11 വയസ്സ് തൊട്ട് കടലിൽ പോണ ആളാണ്. 11 വയസ്സ് മുതൽ? പുള്ളിക്കാരൻ ഇപ്പൊ നിലവിൽ 60 വയസ്സുണ്ട്. ഇപ്പോഴും പോണ്ട് പുള്ളിക്കാരൻ. ഓൾമോസ്റ്റ് 50 years. പുള്ളിക്കാരൻ ഡ്രൈവർ ആയിട്ടാണ്. അതായത് ബോട്ടിലെ ഡ്രൈവർ എന്ന് പറയുമ്പോൾ എഞ്ചിൻ സൈഡിലെ കാര്യങ്ങൾ നോക്കുന്ന ആളാണ് നമ്മുടെ ഡ്രൈവർ എന്ന് പറയുന്നത്. ഡ്രൈവർ ആയിട്ടാണ് പോണത്. അപ്പൊ നമ്മ ഈ ചെറുപ്പത്തിലേ തൊട്ട് ഈ കടല് ഇതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ക്രൈസ് ഉള്ള കാര്യമാണ്. അപ്പൊ അത് ഭയങ്കര ആഗ്രഹമാണ് എനിക്കിങ്ങനെ പോകാനായിട്ട്. അപ്പൊ അപ്പനോട് ചോദിക്കാൻ നേരത്ത് അപ്പം കൊണ്ടുപോകത്തില്ല എന്നെ. നിനക്ക് അറിയില്ല അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം എന്തൊക്കെയാണെന്നുള്ള അറിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും. അപ്പൊ ഇതെനിക്ക് കാണണമെന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്. പോവാനായിട്ട് പറ്റണില്ല. അങ്ങനെ പലരും എൻ്റെ ഈ ചാനലിലൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ്, നീ കടലിൽ പോകുന്ന വീഡിയോ എടുക്കാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും നമ്മളെ കൊണ്ടുപോകത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ സേവിയർ സ്രാങ്കിൻ്റെ ഒപ്പം പോയത്. അതിന് മുന്നേ എനിക്കൊരു ബോട്ട് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഒരു ഫിഷിംഗ് ബോട്ട് ഞാൻ ഷെയറിൽ വാങ്ങിച്ച ആ ഒരു ബോട്ടിലായിരുന്നു നമ്മിങ്ങനെ പോയി വന്ന് അങ്ങനെയൊക്കെ പോയിരുന്നത്. സത്യം പറഞ്ഞാൽ ആ ബോട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ പേരിൽ പിന്നീട് ആ ഒരു ബോട്ട് ഫീൽഡ് നമ്മ നിർത്തിക്കളഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് ഇപ്പോഴും ഉണ്ട്. അവിടെ തന്നെ കിടക്കേണ്ട കടൽ മാക്രി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു എംബ്ലോക്ക് ഒട്ടിച്ചൊരു ബോട്ടായിരുന്നു. അത് അവിടെ തന്നെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് നമ്മത് സ്റ്റോപ്പ് ചെയ്തു, കുറച്ച് പൈസയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ. എന്നാലും നമ്മ ഈ പറഞ്ഞ പോലെ കടൽ വിട്ടുള്ള ഒരു കളി നമുക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു സോറി, അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ എനിക്ക് അപ്പൻ എന്നെ കൊണ്ടുപോകണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ടൈം ഞാൻ ആ ഒരു ബോട്ടിൽ പോയി അങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനായിട്ടുള്ളൊരു ഇത്, ഓൾറെഡി നമുക്കൊരു ചാനൽ ഉണ്ടായിരുന്നു, യൂട്യൂബ് ചാനൽ. അതിന്റെ പേര് കടൽ മാക്രി എന്ന്, അതിന്റെ വേറെ പേരായിരുന്നു. അപ്പൊ അങ്ങനെ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ വീഡിയോ കുറച്ച് വൈറലായി. അങ്ങനെ ആളുകൾ ആ ബോട്ടിൽ പോകുമ്പോൾ ഉള്ളിലെ വീഡിയോ, കടലിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഇങ്ങനെ കമന്റ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് ആളുകൾ ഇത് കാണാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുള്ളത്. അങ്ങനെ നമ്മ പോയി നമുക്ക് പറ്റണ കാര്യങ്ങളെല്ലാം നമ്മൾ കാണിച്ച്. അതിപ്പോൾ ഞാനിപ്പോൾ കേരള ബോട്ടിൽ പോയിട്ടുണ്ട്, കന്യാകുമാരി അവിടെ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ മലയാളികൾ അധികം ആരും അങ്ങനെ ഈ പറഞ്ഞ തമിഴ്നാട്ടിലെ ഗിൽനെറ്റ് ബോട്ട് എന്ന് പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രോളിംഗ് ബോട്ടാണ്. അതായത് വല വലിച്ചിട്ട് ഇങ്ങനെ വന്ന ബോട്ടാണ്. ഗിൽനെറ്റ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡീപ് സീയിലേക്ക്, ആഴക്കടലിലേക്ക് പോയിട്ട് 30-32 ദിവസമൊക്കെ കടലിൽ കിടക്കുന്ന ബോട്ടാണ്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലയിടാൻ നേരത്ത് ആ വല അടിയിലേക്ക് പോകത്തില്ല. ഒരു 9 ഭാഗം നമ്മ ഈ കടലിൽ പോകുമ്പോൾ ഭാഗമാണ്. അതായത് ഒരു മാറെന്നൊക്കെ പറയും. ഒരു മാറെന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്കാണ് ഒരു മാറെന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഈ ഒരു അതാണ് ഒരു മാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ 9 ഭാഗം എന്ന് പറയും. അതായത് 9 മാറൊക്കെയാണ് ആ വലയുടെ വീതി ഉണ്ടാവുള്ളൂ. അതായത് കടലിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വല ഇട്ട് കഴിഞ്ഞാൽ 9 ഭാഗം അടിയിലേക്ക് പോകുള്ളൂ. അവിടെ മെയിനായിട്ട് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ചൂര, പിന്നെ ഈ കട്ടക്കൊമ്പൻ, പിന്നെ അതുപോലെ പന്നിക്കോലൻ, അങ്ങനെ വലിയ വലിയ മീനുകളെ പിടിക്കാനായിട്ടാണ് ആ ബോട്ട് മെയിനായിട്ട് കടലിൽ പോകുന്നത്. അപ്പൊ അതും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ പല പല വെറൈറ്റി കാണിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാണിക്കാനായിട്ട്. ഈ കടൽ കാഴ്ചകൾ എന്ന് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എത്ര കണ്ടാലും എത്ര കാണിച്ചാലും തീരില്ല അല്ലേ? അതെ അതെ ശരിയാണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ എനിക്കതൊരു പാഷനായിട്ട്, കടലെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രൈസ് ആണ്. ഇനി എവിടെയൊക്കെ കടലുണ്ട് അവിടെയൊക്കെ നമ്മൾ പോയി കിടിലം കാഴ്ചകൾ നമ്മുടെ പ്രേക്ഷകരെ കാണിച്ചു കൊടുത്തിരിക്കും ഉറപ്പായാലും. ഈ ഓരോ കടലിനും ഓരോ സ്വഭാവമാണോ? അത് ചില സ്ഥലങ്ങളിൽ, അതായത് നമ്മുടെ ഈ കന്യാകുമാരി ആ ഒരു സൈഡൊക്കെ ഇല്ലേ, അതായത് ഈ തിരുവനന്തപുരം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകാൻ നേരത്ത് ഈ കന്യാകുമാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണല്ലോ ഇങ്ങനെ അല്ലേ, അവിടെ എല്ലാ ഒരു സൈഡും കൂടി ഇങ്ങനെ ഒന്നിക്കണ സ്ഥലമായതുകൊണ്ട് അവിടെ ഫുൾ ടൈം കാറ്റായിരിക്കും. അതായത് നമ്മുടെ ഈ കടലിൽ നോർമൽ ആയിട്ടുള്ള പോലെയാണ് അവിടെ, നമ്മുടെ ഇവിടെ റഫ് വന്ന പോലെയാണ് അവിടെ നോർമൽ ആയിട്ടുള്ള സമയം. അവിടെ ഫുൾ ടൈം കാറ്റായിരിക്കുള്ളൂ. ഇവിടെ എപ്പോഴും ആടി ഫുൾ ടൈം ആട്ടുമായിരിക്കുള്ളൂ. അവിടെ ഭയങ്കര കാറ്റായിരിക്കുള്ളൂ. പോയതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ട് ഞാൻ കന്യാകുമാരിയിൽ വെച്ചൊരു വള്ളത്തിൽ പോയായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പായ വഞ്ചി കെട്ടിയിട്ടുള്ള ഒരു വള്ളമാണ്. അത് കാറ്റ്, ഞാൻ പറഞ്ഞില്ലേ കാറ്റ് കൂടുതലായതിന്റെ പേരില് ഇവര് പായ, നമ്മുടെ ഈ ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ പായ കെട്ടും. ആ കാറ്റിലായിരിക്കുള്ളൂ ഈ വള്ളം പിന്നെ പോണത്. എഞ്ചിൻ ഉണ്ടാവില്ല അതിനകത്ത്. അപ്പൊ ഈ കാറ്റ് വെച്ച് ഞങ്ങൾ ഇങ്ങനെ വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ അഴി ഇങ്ങനെ ഇറങ്ങി വള്ളം ഇങ്ങനെ വന്നപ്പോഴേക്കും പെട്ടെന്നൊരു കടൽ ഇങ്ങനെ അടിച്ച് അവിടെ കുറെ പാറകളാണല്ലോ, ഈ വിവേകാനന്ദ പാറ അടുത്ത് എവിടെയാണ് പോയത്, ആ പാറയുടെ അവിടെ നിന്ന് ഒരു കടൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അടിച്ചു വന്നപ്പോഴേക്കും, അതായത് വള്ളത്തിന്റെ ഓൾമോസ്റ്റ് മോളിൽ കൂടെയാണ് ആ തെര ഇങ്ങനെ പോയത്. കുളിപ്പിച്ചത് ഞങ്ങളെല്ലാരും. പെട്ടെന്ന് അത് കണ്ടു കഴിഞ്ഞപ്പോ ഞാനൊന്ന് പതറിപ്പോയി. സാധാരണ നമ്മ എന്ത് കടൽ വന്നു കഴിഞ്ഞാലും അങ്ങനെ പേടിക്കാറില്ല ഞാൻ. അപ്പൊ എന്റെ കൂട്ടുകാരന്മാര് പലരും പറയണ പേടിക്കണേനും ഒരു ബുദ്ധി വേണം, നിനക്കതില്ലാതൊക്കെയാണ് പറയണത്. പക്ഷെ അന്നേരം ഞാൻ പേടിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാല്. കുറച്ച് റിസ്ക്. അത് ഈ പറഞ്ഞ ചൂണ്ടപ്പണിയായിരുന്നു, ഓട്ടച്ചൂണ്ടെന്ന് പറയും. നമ്മ ഈ നെയ്മീനെ പിടിക്കാനായിട്ട് കാറ്റിന്റെ ഒപ്പം വെറുതെ ചൂണ്ടിങ്ങനെ വെള്ളത്തിലേക്ക് ഇടുള്ളൂ. എന്നിട്ട് ഈ വള്ളം ഇങ്ങനെ ഓടുന്നതനുസരിച്ച്
നെയ്മീൻ വന്ന് അതിൽ പിടിക്കും. അത് 1, 2, 3 നെയ്മീനൊക്കെ നമുക്ക് കിട്ടിയാൽ മതി. 4 പേര് 3 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അവിടെ കിലോന് ആ സമയത്ത് 1500 രൂപ 1500 രൂപയൊക്കെ നെയ്മീൻ ഉണ്ടാവും. ഒരു ദിവസത്തെ പണി 6000 രൂപ 7000 രൂപയൊക്കെ അവർക്ക് കിട്ടും. അങ്ങനെയാണ് ആ പണി. അതെ അതെ. അപ്പൊ അതാണ് ഏറ്റവും അങ്ങനെ ഡേഞ്ചറസ് ആയിട്ട് ഫീൽ ചെയ്തൊരു സിറ്റുവേഷൻ. അതെ, ഏറ്റവും ഇതേപോലെ പീസ്ഫുൾ ആയിട്ട് കിടക്കുന്ന ഏരിയ അങ്ങനെ അനുഭവപ്പെട്ടത് ഈ നമ്മുടെ ഈ 32 ദിവസം ഗിൽനെറ്റ് ബോട്ടിൽ പോയി കഴിഞ്ഞപ്പോ അന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാനത് കടലിലും ഇങ്ങനെയും ഉണ്ടെന്നുള്ളത്. നമ്മ കൂടുതലായിട്ട് ഈ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭാഗത്തേക്ക് ഒരു 10, 60 ഭാഗം 70 ഭാഗം, അതായത് ഈ ഒരു ലൊക്കാലിറ്റി ആ ഒരു സൈഡിൽ തന്നെയാണ് കിടന്ന് കളിക്കുന്നത്. അതിനകത്ത് 70 ആളുകൾ നേരെ നേരെ നിൽക്കുമ്പോൾ അത്രയും ഉണ്ടാവും ആ കടലിന്റെ ആഴം. അത് ഞാൻ ഇവിടെയൊക്കെ ആ ബോട്ടിൽ പോണതിന് മുമ്പ് ഞാൻ പോയേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഭാഗം വരെയൊക്കെയാണ് പോയേക്കണം. 100 ആളുകൾ നേരെ നേരെ നിൽക്കുമ്പോൾ ഹൈറ്റ് വരെയൊക്കെയാണ് പോയേക്കണം ചൂണ്ടപ്പണിക്ക്. പക്ഷെ ആ ബോട്ടിൽ പോയപ്പോ ആ ബോട്ട് പോണെന്ന് വെച്ച് കഴിഞ്ഞാല് 2000 ഭാഗം 2500 ഭാഗം വരെ, അതായത് 2500 ആളുകൾ മുകളിൽ വരെ നിൽക്കുമ്പോൾ ഒരു ഹൈറ്റ് ഒന്ന് ആലോചിച്ചു. അവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്തൊക്കെ മീൻ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അവിടെയൊക്കെ പോയി കഴിഞ്ഞപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോരോ കാഴ്ചകളാണ്. ഫസ്റ്റ് ടൈം പോണ സമയത്ത് തന്നെ നമ്മുടെ ഈ ഫോൾസ് കില്ലർ വെയിൽ എന്ന് പറയും. കില്ലർ വെയിൽ ഇല്ലേ, വെയിൽസ്, അതിന്റെ തന്നെ ഒരു ഫോൾസ് കില്ലർ വെയിൽ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. അത് ഇഷ്ടം പോലെ നമ്മുടെ ബോട്ടിന്റെ മുമ്പിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടി പറഞ്ഞ് കളിച്ചോണ്ടിരിക്കുന്നു. അതിനെ കണ്ടപ്പോ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു. ആക്രമിക്കുന്ന സാധനമാണ്. അതൊരു ഒരെണ്ണം ഒരു 10-150 കിലോ ഒക്കെ വരും അതിന്റെ സൈസ് എന്ന് പറഞ്ഞാല്. അതിന്റെ വീഡിയോ നമ്മുടെ പേജിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ ഒരച്ചില്ല, ഒരു വിസിലടിക്കുന്നിടത്തൊരു സൗണ്ട് അതുവരെ നമുക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. റേഡിയേഷൻ സൗണ്ട്, അങ്ങനത്തെ ഒരു സൗണ്ട് അതുവരെ നമുക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുമായിരുന്നു ആ ബോട്ടിൽ പോയി കഴിഞ്ഞപ്പോ. പിന്നെ അതിന്റെ ആ ബോട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ദിവസവും ഓരോ സമയം മാറി മാറി വരുമ്പോഴും കടലിൽ തന്നെ വ്യത്യാസങ്ങൾ. ചില സമയങ്ങളിൽ റഫ് ആണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ പുഴ പോലെ കിടക്കുള്ളൂ, ഇങ്ങനെ ഇതേപോലെ കിടക്കും. ഇതേപോലെയും ആയിരിക്കൂല, ഒരനക്കം പോലും ഉണ്ടാവൂല, ഒരോളം പോലും നല്ല നീലക്കടലായിരിക്കുള്ളൂ. അത് എനിക്ക് വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ആ ബോട്ടിൽ പോയി കഴിഞ്ഞപ്പോ. പിന്നെ രാത്രിയിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, രാത്രിയിൽ നമ്മ ബോട്ടിലൊക്കെ കിടക്കാൻ നേരത്ത് ഞാൻ കൂടുതലും കിടക്കുന്നത് നമ്മുടെ ഈ പുറത്താണ്, ഉള്ളിൽ അങ്ങനെ പുറത്ത് കിടക്കുമ്പോ എന്ന് വെച്ചാൽ നേരെ ആകാശത്തേക്ക് നോക്കാൻ നേരത്ത് നക്ഷത്രങ്ങളെയൊക്കെ കണ്ട് നല്ല പീസ്ഫുൾ ആയിട്ട് കിടക്കാൻ പറ്റുന്നു. അങ്ങനെയൊക്കെ ആ ബോട്ടിൽ പോയി കഴിഞ്ഞപ്പോ. എന്നാലും ഈ 30 ദിവസം അതിൽ കൂടുതൽ പോകുന്നതുണ്ടോ ശരിക്കും? അതില് നമ്മ ഈ സ്രാവിന്റെ ചൂണ്ടൊക്കെ പോണ ബോട്ടുണ്ട്, സ്രാവിനെ പിടിക്കാൻ പോണ ബോട്ട്, അത് ചൂണ്ടപ്പണിയാണ്. അവര് 35-38 ദിവസമൊക്കെ കിടക്കുന്ന ആൾക്കാരാണ്, 40 ദിവസമൊക്കെ കിടക്കുന്നവരുണ്ട്. അത് നമ്മുടെ മലയാളികൾ പോലെ കുറവാണ്, കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് പോകുന്നത്. നമ്മുടെ ഇവിടുന്ന് പോകുന്ന ബോട്ടുകളൊക്കെ യൂഷ്വലി എത്ര ദിവസത്തേക്കാ പോകുന്നത്? നമ്മുടെ ഈ ബോട്ടില്ലേ, ഈ ബോട്ടൊക്കെ നിലവിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 10-11 ദിവസം 12 ദിവസമൊക്കെ. പിന്നെ ചൂണ്ടപ്പണിക്കാണ് പോണെന്നുണ്ടെങ്കിൽ 15 ദിവസം. അത് ഈ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ തളയൻ എന്ന് പറയുന്ന മീനൊക്കെ, ആ മീനൊക്കെ പിടിക്കാനായിട്ട് പാമ്പാടാന്നൊക്കെ പറയുന്ന മീനൊക്കെ പിടിക്കുമ്പോ 10-12 ദിവസം. ഗുജറാത്ത് ആ ഒരു സൈഡിലോട്ട് ബോംബെയിലോട്ടൊക്കെ പോണ ബോട്ടുകളുണ്ട് കൂടുതൽ. നിങ്ങളുടെ വീഡിയോസ് കാണുന്ന സമയത്ത് ഞാൻ മാത്രമല്ല എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കൊതി വരുന്നതും അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ബോട്ടിലെ മീൻകറി കാണുമ്പോഴത്തേക്കാ. അത്രയും ഫ്രഷ് ഫിഷ് നമുക്ക് ആർക്കും കഴിക്കാനുള്ള ഭാഗ്യം കിട്ടാറില്ല. ശരിക്കും ഈ നാട്ടിൽ കൊണ്ടുവന്ന് കറി വെച്ച് കഴിക്കുന്നതും രണ്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലോ. ഒന്ന് ആ ടേസ്റ്റ് വ്യത്യാസം നമ്മളുടെ അടുത്തൊന്നും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുമോ? അത് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഈ കടലിൽ നിന്ന് ഇപ്പൊ ഫ്രഷ് ആയിട്ട് പിടിക്കണ മീൻ, ആ മീൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതെനിക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല, എത്രത്തോളം പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുമില്ല. അത് അവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ മീനെ കിട്ടുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ആ ഒരു അതിന്റെ ആ മുള്ളിന് വരെ അത് കടിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതിന്റെ ആ ഒരു ചില മീനുകളുടെ മുള്ളിന്റെ ഉള്ളിൽ ചെറിയ ജെല്ല് പോലത്തെ സംഭവം ഉണ്ടാവും, അതിന് വരെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. മീൻകറിയും ചോറും കഴിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് കടലിൽ ഒന്ന് ബോട്ടിൽ നിന്ന് ഫിഷിംഗ് ബോട്ടിലൊക്കെ കറി കഴിക്കണം. അതാണ് കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതെ, ഏറ്റവും ടേസ്റ്റ് ഉള്ള മീൻ ഏതാ? അത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടം ആവോലി, മാച്ചാൻ, കുഞ്ഞാരമീൻ, അങ്ങനത്തെ മീനൊക്കെ ഞാൻ കഴിച്ചതിൽ വെച്ച് എനിക്ക് ഇഷ്ടം അങ്ങനത്തെ മീനുകളാണ്. ഇഷ്ടമാണ്. അതേപോലെ അത്രയും ഇഷ്ടമുള്ള ചെമ്മീനൊക്കെ എനിക്ക് ജീവനാണ്. അതെ, എപ്പോഴും ഉള്ള ഒരു മറ്റേ ഈ ഫുഡീസിന്റെ ഇടയ്ക്കുള്ള ഒരു ഡിബേറ്റിന് വരുന്ന സംഭവമാണ് കടൽ കൊഞ്ചോ അതോ കായൽ കൊഞ്ചോ, അതുപോലെ കടൽ ഞണ്ടോ അതോ കായൽ ഞണ്ടോ, ഏതാണ് ടേസ്റ്റ്? എനിക്കിഷ്ടം കായൽ ഞണ്ടാണ്. ഞണ്ടുകളിൽ കടൽ ഞണ്ട് നല്ലതാണ്, പക്ഷെ ചെറുപ്പം തൊട്ട് എനിക്കിഷ്ടം കായൽ ഞണ്ടാണ്. കൊഞ്ചിന്റെ കേസ് വരികയാണെങ്കിൽ കൊഞ്ചിന്റെ എനിക്ക് ടൈഗർ ആണ് എനിക്കിഷ്ടം. ടൈഗർ പ്രോൺ, കടലിലെ ടൈഗർ പ്രോൺസ് സൂപ്പറാണ്, വറുത്ത് ഫ്രൈ ചെയ്തൊക്കെ കഴിക്കാൻ. അതെ, ഈ കൊഞ്ചും ചെമ്മീനും ഒന്നാ?
കൊഞ്ചും ചെമ്മീനും ഒന്നാണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടും രണ്ടാണ്, ഒരേ കാറ്റഗറി തന്നെ, രണ്ടും രണ്ടാണ്. അത് പല സ്ഥലങ്ങളിലും പല ടൈപ്പിലാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ കൊഞ്ചെന്ന് പറയും, ചില സ്ഥലങ്ങളിൽ ചെമ്മീൻ എന്ന് പറയും. നമ്മുടെ ഇവിടെ കൊഞ്ചെന്ന് പറഞ്ഞാലും ചെമ്മീൻ എന്ന് പറഞ്ഞാലും രണ്ടും രണ്ടാണ്. കൊഞ്ചെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലിയൊരു സൈസ് ഒരു പ്രോൺസിനാണ് കൊഞ്ചെന്ന് പറയുന്നത്. ചെമ്മീൻ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ചെമ്മീൻ ഉണ്ട്, പൂവാലൻ, കഴുന്തൻ, അങ്ങനെ പല 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 ടൈപ്പ് ഉണ്ട് ചെമ്മീനുകൾ. ഈ ടൈഗർ പ്രോൺസിന് ഭയങ്കര നമുക്ക് വാങ്ങുമ്പോഴും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് ടൈഗർ പ്രോൺസ്. ശരിക്കും എന്തുകൊണ്ടാണ് ഈ മീനിന്റെ എക്സ്പെൻസ്, അത് എങ്ങനെയാണത് കാൽക്കുലേറ്റ് നമുക്ക് കിട്ടുന്ന സമയത്ത് അത് എങ്ങനെയാണ് അങ്ങനെ വരാറ്? ചില മീനുകൾ ചില സമയങ്ങളിൽ മീനിന്റെ അവൈലബിലിറ്റി കുറയും. നമ്മുടെ ഈ കഴിഞ്ഞ ഇപ്പൊ ഈ സീസണിലെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചാള എന്ന് പറയുന്ന മീനിന്റെ ലഭ്യത വളരെ കുറവായിരുന്നു. ഒരു ടൈം വരെ മത്തി എന്ന് പറയുന്ന സാധനത്തിന് കിട്ടാനുണ്ടായില്ല ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോ. ഈ വള്ളക്കാർക്കാണ് കൂടുതലും മത്തിയെ കിട്ടണത്. പക്ഷെ അവർക്കാണെങ്കിലും മത്തി കിട്ടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കിലോ 350 രൂപ വരെ മത്തി വാങ്ങിച്ച ആൾക്കാരുണ്ട്. പക്ഷെ ഒരു ടൈം കഴിയുമ്പോ നമുക്ക് മീൻ കിട്ടി തുടങ്ങും. അപ്പൊ ഏത് മീനാണോ കിട്ടാത്തത് ആ മീനിന്റെ വില അവിടെ ഇരട്ടിയായിട്ട് ഇങ്ങനെ വരും. അവൈലബിലിറ്റി കൂടുന്നതനുസരിച്ച് നമുക്ക് വില കൂടി വരും. പക്ഷെ ആളുകൾ ഉണ്ടാവും വാങ്ങാനായിട്ട്. മീൻ എന്ന് പറഞ്ഞാൽ കഴിക്കാത്ത മലയാളികൾ പൊതുവെ കുറവായിരിക്കും. അതുകൊണ്ട് ആളുകൾ ഉണ്ടാവും. അതെ, ഈ നെയ്മീൻ കിങ്ഫിഷിനെ പറ്റിയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ എന്ത് പറയും? കിങ്ഫിഷ് എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ കിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വില കൊണ്ടാണെങ്കിലും ടേസ്റ്റ് കൊണ്ട് പിടിക്കാൻ നേരത്ത് ആ മീനിന്റെ ഒപ്പം 1-2 മീൻ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും അത് ഓരോരുത്തരുടെ പേഴ്സണലി ആയിട്ടുള്ള അഭിപ്രായമാണ്. ഞാൻ പറഞ്ഞില്ല, എന്റെ ഇഷ്ടം ആവോലി പുന്നാരൊക്കെയാണ്. എന്നാലും കിങ്ഫിഷ് ഒട്ടും പുറകിലല്ല. കിങ്ഫിഷ് അടിപൊളിയാണ്. അതായത് ഈ പറഞ്ഞ പോലെ പാലേറി അങ്ങനെയൊക്കെ വെക്കണ ആളുകളുണ്ട്. ഫിഷ് മോളി പോലെയൊക്കെ കിങ് ഫിഷ് വെച്ച് ഉണ്ടാക്കണവര്, ഫിഷ് നിർവ്വാണയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനൊക്കെ കിങ് ഫിഷ് തന്നെയാണ് ബെസ്റ്റ്. ഈ എന്തായാലും ഞങ്ങൾക്ക് ആർക്കും ഇപ്പൊ കടലിൽ വന്ന് നിങ്ങളുടെ കടൽ റെസിപ്പി അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂല. ഫ്രഷ് ആയിട്ട് കിട്ടുന്ന മീൻ കൊണ്ട് ഒരു സിമ്പിൾ റെസിപ്പി പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് പറയാൻ പറ്റുന്ന റെസിപ്പി എന്തായിരിക്കും? പെട്ടെന്ന് പറയാൻ പറ്റുന്ന റെസിപ്പി എന്ന് വെച്ചാൽ നമ്മുടെ ആവോലി തന്നെ പറഞ്ഞോ. ആവോലി ഇപ്പൊ ഫ്രഷ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, നേരെ കുറച്ച് കടുക് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഉലുവിടുക, അതിനകത്തേക്ക് പച്ചമുളക്, സവാള അതെല്ലാം ഇടുക. അതിനുശേഷം പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇത് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അത് കഴിഞ്ഞിട്ട് മീനിടുക, ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ വാളംപുളിയാണ് നമ്മുടെ ബോട്ടിൽ ഉപയോഗിക്കാറുള്ളത്. കുടംപുളി ഉപയോഗിക്കുന്നവരുണ്ടാവും, വാളംപുളി ഉപയോഗിക്കുക. അതിനുശേഷം പിന്നെ ചൊറുക്ക ചിലവരൊഴിക്കും, വിനാഗിരി. അതൊക്കെ ഒഴിച്ച് കുറച്ച് നേരം ഒരു 20 മിനിറ്റ് മൂടിയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ സ്ലോ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി ഓക്കെ സെറ്റ്. മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പൊടിക്കൂട്ടിരുന്നതിന്റെ അല്ല, മീനിന്റെ ടേസ്റ്റ് ആണ്. മീനിൽ അനാവശ്യമായിട്ട് ഒത്തിരി മസാലകളൊന്നും വാരിയിടരുത് അല്ലേ? മീൻ ആ ഫ്രഷ് ആയിട്ട് കിട്ടുന്നതിന്റെ ടേസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, അതുപോലെ മീൻ പറയുമ്പോഴത്തേക്ക് മീനിന്റെ കുക്കിംഗ് ടൈമും എല്ലാവരും ചില ആളുകൾ ചിലപ്പോൾ ചെമ്മീനൊക്കെ കഴിക്കുമ്പോൾ റബ്ബർ പോലെ ആവാറുണ്ട്. അപ്പൊ ഇതിന്റെ കുക്കിംഗ് ടൈം ഒക്കെ എങ്ങനെയാ ശരിക്കും പറഞ്ഞാല്? ഒത്തിരി വേവിക്കരുതല്ലോ മീൻ, അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും ചെമ്മീന്റെ കാര്യത്തിൽ ഞാൻ കേട്ടേക്കണത്, അത് പലരും പറഞ്ഞ് ഞാൻ കേട്ടേക്കണത്, ഇത് അധികം കഴുകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴുകാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. കാരണം കഴുകി കഴിഞ്ഞാൽ ഇതിന്റെ കളി പോകുന്ന അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ടേസ്റ്റിന്റെ ഒരു ഇതാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അധികം കഴുകാണ്ട് തന്നെ അത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് അത് കഴിക്കാനായിട്ട് പറ്റും. നമ്മ ബോട്ടിലൊക്കെ കഴിക്കാൻ നേരത്ത് നമ്മ ഒരു പ്രാവശ്യം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടാണ് നമ്മൾ പിന്നീട് കറി വെക്കണം. അത്രയും അങ്ങനത്തെ ഒരു സിമ്പിൾ ആയിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. ഒറ്റ പ്രാവശ്യം നമ്മൾ കഴുകുള്ളൂ. അത് അല്ലാണ്ട് അധികം നേരിട്ടൊന്നും നമ്മൾ കഴുകത്തില്ല. ഇതിന്റെ ബാക്കിൽ ഒരു നാര് പോലത്തെ ഒരു സാധനം ഉണ്ട്, അത് വിഷമാണെന്നൊക്കെ പറഞ്ഞു. അത് ചില ചെമ്മീനുകൾക്കാണ് ഉണ്ടാവുന്നത്. അത് ചിലവർക്ക് വിഷമൊന്നുമല്ല, അത് ചിലവർക്ക് കഴിച്ചു കഴിഞ്ഞാൽ വയറിന് ബുദ്ധിമുട്ട് പോലെ, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും നമ്മൾ ഇത് ചെറുപ്പം തൊട്ട് ഇന്നേവരെയും അങ്ങനെ വന്നിട്ടില്ല. പിന്നെ എല്ലാവർക്കും ഒരേ ബോഡി ആയിരിക്കണമെന്നില്ല. അതെ. ഈ നമ്മള് ചില സമയം നിങ്ങളുടെ തന്നെ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് വന്നത് ഒത്തിരി മീൻ ഇങ്ങനെ ചാകര പോലെ ഇങ്ങനെ കൂടുന്നത് കാണുമ്പോഴത്തേക്ക് ശരിക്കും ഇന്ന മീനിന് ഇന്ന സ്പോട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ? ഡെയിലി എങ്ങനെയാ നിങ്ങളുടെ ആ ഒരു റൂട്ട്? ഇവിടെ ഇത്ര മീൻ ഉണ്ട്, എങ്ങനെ അറിയാൻ പറ്റും? അതായത് നമ്മളിപ്പോ ഈ ബോട്ട് ഇപ്പൊ നാളെ പണിക്ക് പോയെന്നുണ്ടെങ്കിൽ ഇത് ഈ ബോട്ടിന് തന്നെ ഒരുപാട് ബോട്ടുകളായിട്ട് ഒരുപാട് സ്രാങ്കന്മാരായിട്ട് കണക്ഷൻ ഉണ്ടാവും ഈ ബോട്ടിലെ സ്രാങ്കിന്. അപ്പൊ ഈ തലേ ദിവസം നടന്നേക്കണ പണിയൊക്കെ എങ്ങനെയാണ്, എവിടെയൊക്കെയാണ്. ഇപ്പൊ കടലിലേക്ക് നമ്മൾ പോകുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ നമ്പറുകളായിരിക്കുള്ളൂ, നോർത്ത് ഈസ്റ്റ് പൊസിഷനുകളായിരിക്കുള്ളൂ തന്നെ. ഇപ്പൊ നമ്മുടെ ഈ മുനമ്പം അഴി പറയണെന്നുണ്ടെങ്കിൽ അഴി നമ്പറാണ് പറയണത്. നോർത്ത് 10-10, ഈസ്റ്റ് 76-09 എന്നാണ് നമ്മ ഈ മുനമ്പം അഴിയുടെ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ കടലിലെ ഓരോ പൊസിഷനുകൾ നമ്മൾ പറയണത് നമ്പേഴ്സ് ആണ്. ഈസ്റ്റ്, നോർത്ത്, ഈസ്റ്റ് ആ ഒരു നമ്പേഴ്സ് ആണ് പറയണത്. അപ്പൊ ഇപ്പൊ സ്രാങ്ക് വിളിച്ചിട്ട് എങ്ങനെയാണ് പണി എന്ന് ചോദിക്കാൻ നേരത്ത് അപ്പൊ ഇന്ന പൊസിഷനിൽ ഇത്ര മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോ നമ്മ പിറ്റേ ദിവസം വെള്ളമൊഴുക്കും കാര്യങ്ങളൊക്കെ നോക്കി എങ്ങനെയാണ് നോക്കിയിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ നേരെ വലയിടും. അങ്ങനെയാണ്. ഒരിക്കലും നമുക്ക് സ്ഥിരമായിട്ട് ഇത് കണ്ട്
അതായത് ഇന്ന സ്ഥലത്ത് മീൻ ഉണ്ടെന്നും പറഞ്ഞ് നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി. നമ്മ ജസ്റ്റ് ഒന്ന് ആ ഒരു സ്ഥലം നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഏകദേശം രൂപം വെച്ചിട്ടാണ് നമ്മൾ നേരെ കടലിലേക്ക് വലയിട്ടിട്ട് നേരെ തട്ടുന്നത്. കാരണം ഈ വള്ളക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയിൽ അടിക്കുന്നവരാണ്. വള്ളക്കാർ അധികം ആഴത്തിലേക്ക് പോകത്തില്ല. അപ്പൊ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചയിൽ മീൻ കാണാൻ നേരത്ത് ഇന്ന സ്ഥലത്ത് മീനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചുറ്റും ഇങ്ങനെ വലടിക്കാൻ പറ്റും. പക്ഷെ ട്രോൾ നെറ്റ് ബോട്ടിനകത്ത് അങ്ങനെ നമുക്ക് പറ്റില്ല. അത് വല കയറി കഴിയാൻ നേരത്തെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ മീനാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒടക്കാണ്, അല്ലെങ്കിൽ വല കീറിപ്പോയെന്നുള്ളതൊക്കെ അപ്പോഴേ അറിയുള്ളൂ. കാരണം ഈ കടലിന്റെ അടിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് മലകളുണ്ടാവും, പാറകളുണ്ടാവും. മലകളോ? കടലിന്റെ അടിയിൽ ശരിക്കും മലകളുണ്ട്, കുഴികളുണ്ട്, അങ്ങനെ പാറകളുണ്ട്, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. അത് ഈ സ്രാങ്കന്മാർക്കാണ് കറക്റ്റ് ആയിട്ട് അറിയണത്. അവരുടേതായ ഒരു ബുക്ക് ഉണ്ട് അവർക്ക്. അവരുടെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബുക്കാണ്. ആ ഒരു ബുക്കിനകത്ത് ഓരോ നമ്പറുകൾ ഉണ്ടാവും. അത് വർഷങ്ങളായിട്ട് അവര് എഴുതി വെച്ചാണ് നമ്പറുകളായിരിക്കുള്ളൂ. ആ ഒരു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ബുക്ക്, അവരുടെ ലൈഫാണ് ശരിക്കും പറഞ്ഞത്. സ്രാങ്കിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം ആ ബുക്കാണ്. അപ്പൊ അതിനകത്ത് അത് നോക്കിയാണ് അവര് വലയിടുന്നത്. അപ്പൊ ആ വലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ നോക്കിയിടുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഒടക്കുകളുള്ള സ്ഥലങ്ങള് ആ ഒരു ബുക്കിനകത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു അത് നോക്കിയിട്ടാ പോകുന്നത്. അതെ, നമ്മ ഈ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഈ പറഞ്ഞ പോലെ GPS എക്കോ സൗണ്ടറുകളൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ ആളുകൾ മീൻ പിടിച്ചിരുന്നു വെച്ച് കഴിഞ്ഞാൽ കടലിന്റെ ആഴം അറിയണം. നമ്മ ഈ കല്ല് കെട്ടി റോപ്പിലിട്ടിട്ട് കടലിലേക്ക് എറിഞ്ഞു നോക്കും. അതായത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഭാഗം ഇങ്ങനെ മാർക്ക് ചെയ്തിരും. എന്നിട്ട് അവര് കല്ല് കെട്ടിയിട്ട് റോപ്പ് വെള്ളത്തിലേക്ക് ഇറക്കി അങ്ങനെയാണ് ആഴം അറിഞ്ഞിരുന്നത്. അങ്ങനെ ആഴം അറിയുമ്പോ അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എവിടെയാണ് ഉടക്കുള്ളതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ ഇപ്പൊ വല വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു ഉടക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ആ GPS-നകത്ത് ആ നമ്പർ നോക്കിയിട്ട് അവിടെ എഴുതി വെക്കാണ്. പിന്നീട് അവിടെ നമ്മ വല ഇടത്തില്ല, മറ്റു ബോട്ടുകളോടും പറയും ചെയ്യും. അവർക്ക് അറിയാൻ പറ്റും. അതെ, ഈ ആഴക്കടലിൽ മാത്രം കിട്ടുന്ന മീനുകൾ അങ്ങനെ ഉണ്ടോ? കുറച്ച് ഡീപ് സീയിലോട്ട് മാത്രം പോകുമ്പോ കിട്ടുന്ന മീനുകളുണ്ടോ? ചില മീനുകൾ നമുക്ക് ആഴക്കടലിലേക്ക് കിട്ടുള്ളൂ. ഈ ആവോലി അങ്ങനത്തെ മീനുകളൊക്കെ നമുക്ക് ഈ കരഭാഗത്ത് കിട്ടും നമുക്ക്. അതല്ലാണ്ട് ഈ വലിയ വലിയ പന്നിക്കോലൻ, പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ കട്ടക്കൊമ്പൻ, അങ്ങനത്തെ ഓലക്കൊടിയൻ, അങ്ങനത്തെ മീനുകളൊക്കെ മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് ഡീപ് സീലാണ് ഉണ്ടാവുന്നത്. പിന്നെ ഒന്നാരണ്ടൊക്കെ തിരിവിന് വന്ന് അല്ലാണ്ട് നമുക്ക് കിട്ടത്തില്ല. ഇവിടെ കിട്ടത്തില്ല അതങ്ങനെ. അതായത് ഒരു 10, 60, 70 ഭാഗത്തിന് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പന്നിക്കോലം, കട്ടക്കൊമ്പനൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അതെ, ഏറ്റവും മറ്റേ സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള മീൻ ഏതാ? ഡോൾഫിൻസ് പറയാൻ എന്തിരിക്കും, ഞങ്ങൾ വലയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതായത് ഈ ഗിൽനെറ്റിന്റെ വലയിട്ട് ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഒരു കൂട്ടൻ ഡോൾഫിൻസ് ഇങ്ങനെ വന്നിട്ടിരിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ കേറുമ്പോ അതിനകത്ത് അവന്മാരാ വല കണ്ടിട്ട് ആ വലയുടെ അടി കൂടെ പോയിട്ട് ഇപ്പുറത്തേക്ക് കൂടി പൊന്തി നീന്തി പോയി. ഭയങ്കര സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ഇതാണ്. മനുഷ്യനേലും ബുദ്ധി ഉണ്ടെന്ന് പറയണ ആ മീൻ. നമ്മള് കണ്ടിട്ടുണ്ട് മനുഷ്യനായിട്ട് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള മീനും. അതെ, അങ്ങനെ ഡോൾഫിൻസ് നമ്മുടെ മനുഷ്യന്റെ ബോട്ടൊക്കെ കാണുമ്പോഴത്തേക്ക് അടുത്ത് വരാറുണ്ടോ? ഡോൾഫിൻസ് ബോട്ട് കാണാൻ നേരത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോട്ടിന്റെ അടുത്ത് വന്നിട്ട് ആ ബോട്ട് പോണതിന്റെ തൊട്ട് മുന്നിൽ തന്നെ ഇങ്ങനെ ആ ബോട്ടിന്റെ ഒരു വേവ് ഇങ്ങനെ വരുമല്ലോ നമ്മൾ ഓടിപ്പോണ സമയത്ത്. അപ്പൊ അതിന്റെ അതനുസരിച്ച് ഇങ്ങനെ ആടി നമ്മുടെ ബോട്ടിന്റെ മുന്നിൽ കൂടെ പോകും. അതെ, ഇപ്പൊ നമ്മള് ഇതൊക്കെ പറഞ്ഞ കൂട്ടത്തില് തന്നെ ഈ പിടിക്കുന്ന കൂട്ടത്തില് വലിച്ചു കയറ്റുന്ന സമയത്ത് ഭയങ്കര വെയിറ്റ് ഉള്ള ഭയങ്കര വലിയ ഫിഷൊക്കെ വന്ന് അങ്ങനത്തെ മീൻസ് അത്ഭുതം തോന്നിയിട്ടുള്ള സംഭവം സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര വലിയ വലിയ തെരണ്ടികളൊക്കെ പിടിക്കും. തെരണ്ടിനെയൊക്കെ പിടിക്കാൻ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ മീനുകൾ സൗണ്ട് ഉണ്ടാക്കും. വലിയ മീനുകളൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഒരു വലിയ കട തെരണ്ടിന് അന്ന് ഒരു ദിവസം കിട്ടിയിട്ട് അതിനെ പൊക്കി വീഞ്ചിൽ പൊക്കിയിട്ട് കയറ്റി ബോട്ടിനകത്തിട്ട്. അപ്പൊ പെട്ടെന്ന് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് ഭയങ്കര ഒരുമാതിരി പ്രത്യേക സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അതിന്റെ ആ ശ്വാസം പോയിട്ടില്ല. ഈ തെരണ്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം സർവൈവ് ചെയ്ത് ഈ മീൻ ഒരുപാട് നേരം നിൽക്കും, പെട്ടെന്ന് ചാവത്തില്ലത്. മറ്റേ ചൂരയൊക്കെ പെട്ടെന്ന് ചത്തുപോകും. കാരണം നമുക്ക് ശ്വാസം കിട്ടാനെടുക്കാണ്ട് മീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിൽസിലൂടെയുള്ള ശ്വാസം എടുക്കണം, ചെകിളയിലൂടെയാണ് ശ്വാസം എടുക്കണം. അപ്പൊ ഈ വലയിൽ കിടന്ന് കുടുങ്ങി കഴിയുമ്പോൾ അത് തുറക്കാൻ പറ്റാണ്ടായി കഴിയുമ്പോൾ നിങ്ങള് പെട്ടെന്ന് ചത്തുപോകും. ഈ തെരണ്ടി പിന്നെ നിൽക്കും. അപ്പൊ ഈ തെരണ്ടി ഈ ബോട്ടിൽ പിടിച്ചിട്ടിട്ട് നിങ്ങൾ ശ്വാസം എടുക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കേൾക്കുമ്പോഴേക്കേ മൈൻഡ് ചെയ്യില്ല. അണ്ണന്മാരൊന്നും മൈൻഡ് ചെയ്യില്ല, അണ്ണന്മാർ അവരുടെ കാര്യങ്ങൾ നോക്കി പോകും. പക്ഷെ നമ്മ ഇത് കാണാൻ നേരത്ത് ഇത് വായൊക്കെ പൊളിച്ചിങ്ങനെ ഒച്ചെടുക്കുമ്പോഴേക്ക നമുക്ക് ഭയങ്കര വിഷമം വരും. ഞാനൊരു ദിവസം ഇതുപോലെ എനിക്ക് ഇത് കണ്ടിട്ട് ഞാൻ ഒരു ബക്കറ്റിന് അത് കുറച്ച് ഉപ്പുള്ള എടുത്തിട്ട് അതിന്റെ വായ കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ബോട്ട് പണി നടക്കാം അല്ലേ? അവിടെ ബോട്ട് പണിയാണ്. ഇവിടെ നമ്മുടെ ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ബോട്ട് പണി, അതുപോലെ തന്നെ ബോട്ട് വെക്കല്, ഇറക്കല്, അങ്ങനെ കംപ്ലീറ്റ് പരിപാടി. മുനമ്പം ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ആണല്ലോ. ഫേമസ് ആയിട്ടുള്ള അപ്പൊ പുറത്തുനിന്നൊക്കെ ആളുകൾ വന്ന് ബേപ്പൂര് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ബോട്ടുകൾ വെക്കാറുണ്ട്. കാരണം ആ ബോട്ടിന്റെ ഷേപ്പിന്റെ പ്രത്യേകതയാണ്. ഒരു പ്രത്യേക രസമാണ് കാണാനായിട്ട്. അതെ,
അപ്പൊ ഇതൊരു പ്രൈം സ്പോട്ട് തന്നെ അല്ലേ അതെ, അതെ. എല്ലാത്തിന്റെയും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഇങ്ങനെ വലിച്ചെടുത്ത കൂട്ടത്തില് ഏറ്റവും ഭയങ്കര മറ്റേ ജയിന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫിഷസിനെ കിട്ടിയിട്ടുണ്ടോ? ഒരു ദിവസം നമ്മുടെ ഈ വെയിൽ ഷാർക്ക് ഇല്ലേ, വെയിൽ ഷാർക്കിനെ കിട്ടിയിട്ടുണ്ട്. വെയിൽ ഷാർക്കിനെ കിട്ടിയ സമയത്ത് നമുക്ക് അതിനെ കളയാൻ പാടില്ല, പിടിക്കാൻ പാടില്ല എന്നാണ്. ഈ സ്രാവും അതൊരു വലിയ തിമിംഗലമാണ് ശരിക്കും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കാൻ പാടില്ലെന്നാണ് അതിന്റെ ഒരു നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിടിക്കാൻ പാടില്ല അതിനെ. വലയിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ കോവളം തിരുവനന്തപുരം സൈഡിലൊക്കെ ഈ കരയിലേക്ക് വലിയ തിമിംഗല സ്രാവ് കയറി എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് കണ്ടിട്ടില്ല. ചത്തല്ല, ജീവനോടെ പുള്ളിക്കുത്തുള്ള ശരീരത്തിലൊക്കെ. അതാണ് ഈ തിമിംഗല സ്രാവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സാധനത്തിന് നമുക്ക് ഒരു ദിവസം വലയിൽ കിട്ടിയിട്ടുണ്ട്. വലയിൽ കിട്ടിക്കഴിഞ്ഞപ്പോ ഇതിനെ നമുക്ക് വലയിന്ന് തട്ടിക്കളയാനായിട്ട് കൊടുക്കാത്ത പണിയാണ്. അത് മാത്രമല്ല ഇതൊന്നും ചെയ്യത്തില്ല. പക്ഷെ ഇത്രയും വലിയൊരു മീനായതിന്റെ പേരിൽ വെള്ളത്തിലിറങ്ങാനും പലർക്കും പേടിയാണ്. അത് ജസ്റ്റ് ഒന്ന് ചിലപ്പോ ഇങ്ങനെ പൊളിക്കുമ്പോ ചിലപ്പോ ഇതിന്റെ ഉള്ളിലേക്ക് കയറി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മ സൂക്ഷിച്ചും കണ്ടും മാക്സിമം മോളിൽ നിന്നൊക്കെ നമ്മ വല മാറ്റി തട്ടിയൊക്കെ നോക്കും. അത് 10, 250, 300, 350 പല സൈസാണ് പറയുന്നത്. സൈസ് നിങ്ങൾക്ക് കിട്ടിയതിനൊക്കെ ഞങ്ങൾ കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10, 350, 400, 500 കിലോ ഒക്കെ ഉണ്ടാവും. അതതിന്റെ സത്യം പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ അതിന്റെ ചെറുതായിരിക്കും. അത് ഏറ്റവും ചെറുത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിക്കത്തില്ല. ഓരോ സമയം കൂടുന്തോറും അത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണ ഒന്നാണ്. അത് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ടണ്ണ് മേലെ വെയിറ്റ് വരും തോന്നുന്നത്. നല്ല വലിയതാണ്. അത്യാവശ്യം വലിയ വലിപ്പമുള്ള ഒരു മീനാണ് ഈ തിമിംഗല സ്രാവ് എന്ന് പറഞ്ഞാൽ. അതിനെ കിട്ടിയിട്ട് ഞങ്ങൾ ഇതുപോലെ വലയുന്ന ഒരു കണക്കിന് അഴിച്ചു വിട്ട് ആളെ ഗുഡ് ബൈ പറഞ്ഞ് ടാറ്റയൊക്കെ തന്നു പോയി പുള്ളിക്കാരൻ. ഈ വല സത്യം പറഞ്ഞാൽ ഒരുപാട് വലകളും ഇങ്ങനെ കീറി അതും ഭയങ്കര എക്സ്പെൻസ് ആണ്. നമ്മുടെ ഈ പറഞ്ഞ ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ ഈ കപ്പല് കൊച്ചി ഭാഗത്തായിട്ട് മുങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ വള്ളക്കാരുടെ വല, എന്തോരം വള്ളക്കാരുടെ വലയാണ് എന്നൊക്കെ നശിച്ചേക്കണ്. കണ്ടെയ്നർ ഇതുപോലെ കിടന്ന് ഇഷ്ടം പോലെ വള്ളക്കാരുടെ വല പോയിട്ടുണ്ട്. അതുപോലെ ഈ ബോട്ടുകാരുടെ വല പോയിട്ടുണ്ട്. കാരണം നമുക്കറിയില്ല എവിടെയാണ് ഈ സാധനം കിടക്കണേന്നുള്ളത്. വലിച്ച് വല കീറി കഴിയുമ്പോഴേക്കുള്ളൂ വല കീറി പോണത്. ഒരു വല മാറുന്നതിന് തന്നെ 3-4 ലക്ഷം രൂപയൊക്കെ ഈ ബോട്ടിന്റെ വലക്കൊക്കെ അത്രയും പൈസ വരും. വിലയാണ്. നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് ഈ വലക്കൊക്കെ. ഇങ്ങനത്തെ വലക്കൊക്കെ കൂടി പോയി കഴിഞ്ഞാൽ ഒരു രൂപയുടെ അടുത്തൊക്കെ 1 ലക്ഷം രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഈ പറഞ്ഞ വെയിറ്റ് കാര്യങ്ങളെല്ലാം കൂടി വരുമ്പോ ഏകദേശം ആ റേറ്റ് വരും. വല താഴേന് വെയിറ്റ് വേണമല്ലോ നമുക്ക്. അപ്പൊ ആ വെയിറ്റ് ഒക്കെ വരാൻ നേരത്ത് ആ ഒരു റേറ്റിന്റെ അടുത്ത് വരും എന്തായാലും. അതുപോലത്തെ 14 വലയോളം ഉണ്ടാവും നമ്മുടെ ബോട്ടില്, ഫിഷിംഗ് ബോട്ടില്. അതായത് നമ്മിപ്പോ പോവാൻ നേരത്ത് ഒരു വല കീറി കഴിഞ്ഞാല് നമ്മ വേറൊരു വല ബാക്കപ്പ് ആയിട്ട് വെക്കണം. പിന്നീടും ബോട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്രാങ്ക് ഉണ്ടാവും, ഡ്രൈവർ ഉണ്ടാവും എഞ്ചിൻ സൈഡ് നോക്കാനായിട്ട്, പിന്നെ കിച്ചണിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരാളുണ്ടാവും, ബാക്കി വലപ്പണിക്കാരനുണ്ടാവും. പിന്നെ അതുപോലെ എല്ലാ കാര്യങ്ങളായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മ കടലിലേക്ക് പോകുന്നത്. എത്ര പണിക്കാരാണ് നിങ്ങളിപ്പോ ഒരു ലോങ് ഒക്കെ പോകുമ്പോഴത്തേക്ക്? ലോങ് ഒക്കെ പോകുമ്പോ നമ്മുടെ ഈ ബോട്ടിനകത്ത് ഇപ്പൊ ഈ ബോട്ടിലാണ് പോണെന്നുണ്ടെങ്കിൽ 14 പേര് 15 പേരൊക്കെ ആയിട്ട് പോകും. അത്രയും പേരായിട്ട്. നമ്മുടെ ഗിൽനെറ്റ് ബോട്ടിലാണ് പോണെന്നുണ്ടെങ്കിൽ 10 പേര് 11 പേരൊക്കെ ആയിട്ട് പോകും. അത്രയും കാണും. ഇത്രയും ദിവസത്തിനേക്കുള്ള ആഹാര സാധനങ്ങളും എല്ലാം താഴെ ഫുൾ എല്ലാ സാധനവും നമ്മൾ സ്റ്റോർ ചെയ്തിട്ടായിരിക്കും. ഫുള്ള് റേഷൻ കാര്യങ്ങളെല്ലാം. ഈ കടലിൽ വെച്ചിട്ട് തന്നെ നിങ്ങക്ക് അതായത് മീൻ കിട്ടാതെ നിൽക്കുന്ന സമയങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. നമ്മളിപ്പോ എപ്പോഴും നമുക്ക് മീൻ കിട്ടണമെന്നില്ല. ചില സമയങ്ങളിൽ നമ്മൾ ചെല്ലാൻ നേരത്ത് നമുക്ക് ചില വലകളിൽ ഇട്ടിട്ട് ഇപ്പൊ നമ്മ ഒരു ഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഗ്രൗണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും വല ഇട്ടിട്ട്. ആ വല ഇട്ട് അവിടെ മീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇപ്പൊ ആരെങ്കിലും നമ്മളെ വയർലെസ്സിൽ അറിയിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ആ ഒരു പൊസിഷൻ ചോദിച്ചിട്ട് അവിടെ ഇടും. ചില സമയങ്ങളിലൊക്കെ നമ്മൾ കടമായിട്ട് കയറുന്ന സമയങ്ങളും വരും. ഇപ്പൊ ഈ ഒരു ബോട്ട് കടലിൽ പോണതിന് 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ചെലവുണ്ടെന്നുണ്ടെങ്കിൽ ആ 5 ലക്ഷം രൂപയെ കൂടുതൽ മീൻ പിടിച്ചിട്ട് വന്നാലേ നമ്മുടെ പണിക്കാർക്ക് അതുപോലെ തന്നെ സ്രാങ്കിന് മുതലാളിക്കൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ബാറ്റാണ് കിട്ടുന്നത്. അതായത് ഈ അഴി കടന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ബോട്ടിൽ പോണ ഒരാൾക്ക് ഒരു ദിവസം 500 രൂപ ബാറ്റ് ഉണ്ട്, പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പൊ 10 ദിവസം കിടക്കുകയാണെങ്കിൽ 5000 രൂപ ബാറ്റ് നമുക്ക് കൺഫേം ആണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ പണിക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല, സ്രാങ്കിനും കുഴപ്പമില്ല. നമുക്ക് ഈ പറഞ്ഞ ഓണറിനാണ് പ്രശ്നം, നഷ്ടം വരും. 5 ലക്ഷം രൂപ മുടക്കി പോണ ബോട്ടാണെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ പണി പിടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലും പണിക്കാർക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അങ്ങനെ കിട്ടാത്ത ഒരുപാട് സാഹചര്യം നമുക്ക് വന്നിട്ടുണ്ട്. കടത്തി കയറണമെന്നുണ്ട്. അതായത് പെട്ടെന്ന് ഇപ്പൊ ഒരു ബോട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അധികം ടൈമൊന്നും വേണ്ട, പൊട്ടോ വിജയിക്കോ എന്നൊക്കെ അറിയാനായിട്ട്. 2-3 പ്രാവശ്യം കടം കയറി കഴിഞ്ഞാൽ പിന്നെ പരിപാടി തീർന്ന്. അതേസമയം നമുക്ക് നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് തന്നെ നമുക്ക് ഒരു ഭാഗ്യവും കൂടെ. കടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഭാഗ്യത്തിന്റെ കളിയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരിക്കലും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ രക്ഷപ്പെടും, അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കടലമ്മ കനിഞ്ഞ് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും. ഇഷ്ടംപോലെ പേര് പൊട്ടിയവരുണ്ട് കേട്ടോ.
ശരിക്കും പറഞ്ഞാല് നിങ്ങൾ ഇങ്ങനെ ബോട്ടിലൊക്കെ പോകുന്ന സമയത്തെ ഇപ്പൊ പറഞ്ഞല്ലോ കടലമ്മ കനിയണ അങ്ങനെ എന്താണ് നിങ്ങളുടെ ഒരു വിശ്വാസം എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാല് കടലിനോടുള്ള ആ ഒരു വിശ്വാസം എങ്ങനെയാണ്? കടൽ എന്ന് പറയുന്നത് സത്യമുള്ള ഒരു മുതലാണ്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും അല്ല, എന്നാലും ചിലവരൊക്കെ അത് നശിപ്പിക്കുന്ന രീതിയിലുള്ള മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. എല്ലാവരെയും നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ല. എന്ത് ടൈപ്പാ അത്? ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലൈറ്റ് ഇട്ടുള്ള മീൻ പിടുത്തമൊക്കെ നിരോധിച്ചാണ്. അതുപോലെ ഡബിൾ നെറ്റ് നിരോധിച്ചാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ അത് ഇപ്പോഴും അത് ഇങ്ങനെ നടത്തി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നടത്തുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചെറുകിട മത്സ്യത്തൊഴിലാളികളുണ്ടല്ലോ, അതായത് ഇപ്പൊ ഈ കരഭാഗ സൈഡുകളിൽ വള്ളത്തിൽ പണിയെടുക്കണം അങ്ങനെയുള്ളവർക്കൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ. നമ്മിപ്പോ ഈ കടലിലൊരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മീനുകൾ വന്ന് മുട്ടയിടുന്ന ആ ഒരു ടൈമാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ട്രോളിംഗ് ടൈം എന്ന് വെച്ചാൽ 2 മാസം അവധി കൊടുക്കണതിന്റെ ആ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ മഴയുള്ള സമയത്ത് ഈ കാടുകളിൽ നിന്നൊക്കെ ഒഴുകി വന്ന ആ ഒരു വെള്ളത്തില് ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ മീനുകളുടെ ആ ഒരു റീപ്രൊഡക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഈ സീസൺ ടൈമിൽ ഇതുപോലെ പല രീതിയിലുള്ള വലകൾ ഉപയോഗിച്ച് ഇങ്ങനെ വരുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നശിയാണ് ശരിക്കും ചെയ്യണം. അപ്പൊ അത് ചെയ്യണവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. മടങ്ങാൻ നമുക്ക് എല്ലാരെയും താഴ്ത്തിക്കെട്ടാൻ പറയാനും പറ്റത്തില്ല. അതെ, ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ അവൈലബിലിറ്റി കുറഞ്ഞു വന്നോണ്ടിരിക്കുന്ന മീൻ ഇപ്പൊ ഏതാ ഏറ്റവും കൂടുതൽ? അവൈലബിലിറ്റി അതായത് ഈ വംശനാശം എന്നൊക്കെ പറയാലോ, അങ്ങനെ അത് ഫേസ് ചെയ്തോണ്ടിരിക്കുന്ന മീനുകൾ ഏതൊക്കെയായിരിക്കും? അത് നമുക്കിപ്പോ പണ്ടൊക്കെ ഒരുപാട് കിട്ടിയിട്ട് ഇപ്പൊ അന്ന് അതുപോലെ കിട്ടുന്നില്ല എന്ന് തോന്നുന്ന മീനുകൾ ഇപ്പൊ ഞാനിപ്പോ പറയണെന്നുണ്ടെങ്കിൽ പുന്നാര മീനൊക്കെ പണ്ട് ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. അതുപോലെ ആവോലിയും ഒരുപാട് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചുകളായിട്ട് ഇപ്പൊ അങ്ങനെ നമുക്ക് കിട്ടാറില്ല. അതുപോലെ മീനുകൾക്കും പഴയ പോലത്തെ ആ ഒരു ടേസ്റ്റും പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പാര ടേസ്റ്റ് ആയിരുന്നു മീനുകൾക്കൊക്കെ. ഞാൻ പറഞ്ഞല്ലോ എന്റെ അപ്പൻ ചെറുപ്പം തൊട്ട് ബോട്ടിൽ പോണാണ്. അപ്പൊ പണ്ട് ഞാൻ ഈ മീൻ കൂട്ടത്തില്ലായിരുന്നു. എനിക്ക് ഈ ചാള അങ്ങനത്തെ മീനുകളാണ് ഇഷ്ടം. അപ്പൊ അപ്പൻ ഈ പുന്നാര മീനൊക്കെ കൊണ്ടുവരുമ്പോ അമ്മ പറയും ഇതൊക്കെ കിട്ടാനായിട്ട് ആൾക്കാർ കൊതിക്കും, നീ എന്താണ് കഴിക്കാത്തെന്ന് പറയും. അപ്പൊ അന്ന് നമ്മ കഴിക്കത്തില്ലായിരുന്നു. പിന്നീട് നമ്മ പോയി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. അപ്പൊ ആ മീനുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പൊല്യൂഷൻ ഇല്ല കടലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ഇപ്പൊ ഇഷ്ടം പോലെ ബോട്ടുകളായാലും എന്തായാലും നമ്മള് തന്നെ ഇപ്പൊ പലരും ഒരു സാധനം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് നേരെ വെള്ളത്തിലേക്കാണ് അറിയണം. അപ്പൊ അതുപോലെ ഇഷ്ടം പൊല്യൂട്ടഡ് ആണ് കടൽ എന്ന് വെച്ച് കഴിഞ്ഞാല്. അപ്പൊ അത് ഈ പറഞ്ഞ മീനുകളൊക്കെ ഭക്ഷിച്ച് അതിൻ്റെതായ പ്രശ്നങ്ങളും ടേസ്റ്റിനും ഒരുപാട് വ്യത്യാസങ്ങളും അങ്ങനെയും കഴിക്കുന്നതാണല്ലോ ടേസ്റ്റിലും വരുന്നത്. അങ്ങനെയും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞു. അതുപോലെ പാമ്പിനെ കിട്ടുന്നത് വീഡിയോസിൽ കാണാറുണ്ട്. പാമ്പല്ലത് എന്റെ ഈ കയ്യില് ഒരു ഈൽ ഫിഷ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനത് ഈ ബോട്ടിൽ പോയി കഴിഞ്ഞപ്പോ നമ്മുടെ ഒരു പ്രത്യേകതരം മീല്, അത് ശരീരത്തിലേക്ക് ഇങ്ങനെ പുള്ളി കുത്തുള്ള ഒരു ഈല്. അപ്പൊ ഇതിനെ കണ്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. ഈ സാധനത്തിനെ ഞാൻ കണ്ടപ്പോ തന്നെ വെറൈറ്റി ആണല്ലോ, മറ്റുള്ളവരെ കാണിക്കണമെന്നുള്ള രീതിയിൽ നേരെ എടുത്ത്. അപ്പൊ ഈ വലയിൽ കിടന്ന് വന്നതിന്റെ പേരിൽ ഈ സാധനം ഭയങ്കര ടയർഡായിട്ടാണ് വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച് ആള് തീർന്ന് കിടക്കുന്നു. പക്ഷെ അതങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഒരു അണ്ണൻ എനിക്ക് ആ സാധനത്തിന് ഇട്ട് തന്നിട്ട് പിടിച്ചോന്ന് പറഞ്ഞു. ഞാൻ നേരെ ചെന്ന് പിടിക്കാൻ പോയപ്പോഴേക്കും 360 ഡിഗ്രിയിൽ അത് കറങ്ങിയിട്ട് ഒരൊറ്റക്കടിയാണ്. കടിച്ചപ്പോ തന്നെ ഞാനിങ്ങനെ തെറിച്ചപ്പോ എന്റെ ഇവിടെ ആയിട്ടാണ് കീറിയത്. അപ്പൊ ഞാൻ കുറച്ച് ചോരയാണ് ഇവിടെ നിന്ന് വന്നിട്ടിരിക്കണേ. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അതിന്റെ പല്ലിന്റെ ഒരു 4 പാടും ഇവിടത്തെ എല്ലും എന്റെ കാണാൻ പറ്റുള്ളൂ. ഇവിടത്തെ ഒരു അത്ര ആഴത്തിൽ പോയി അതിന്റെ ഇപ്പോഴും കിടക്കണ്ട ആ പാട് ഇവിടെ കയ്യിൽ. ഇതിപ്പോ ഒരു 2-3 വർഷത്തോളായി ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ഇവിടെ നിന്ന് പോയി 2ാമത്തെ ദിവസമാണ് ബോട്ടില് അത് എനിക്ക് പറ്റിയത്. അതും കഴിഞ്ഞ് ഒരു 8 ദിവസം ഞാൻ കടലിൽ തന്നെ കിടന്നു. അല്ലെങ്കിൽ എനിക്ക് വേണ്ടിട്ട് ബോട്ട് വീണ്ടും തിരിച്ചു വരേണ്ടി വരൂലേ. സ്റ്റിച്ചിടേണ്ട സാധനം കരയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഡോക്ടറെ കണ്ടപ്പോഴാണ് പറഞ്ഞത് ഈ സ്റ്റിച്ചിടേണ്ട മുറിവായിരുന്നു. എല്ലാ ദിവസവും ഒന്ന് ഡ്രസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഡ്രസ് ചെയ്ത് അങ്ങനെ ഒരു പാട് ഇപ്പോഴും ആ മാർക്കെന്റെ കയ്യിൽ ഇപ്പോഴും കിടക്കുന്നു. വിഷമുള്ളതാണോ ഇത്? ഇല്ല, വിഷമില്ല. അവര് ഭക്ഷിക്കണേന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മ ആദ്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. അണ്ണന്മാര് പലതിനെയും കഴിക്കണുണ്ട്, നമ്മ കഴിക്കണല്ലോ. ഇവിടെ കഴിക്കണ മീനുകൾ അവിടെ കഴിക്കണ്ടാവൂല, അതുപോലെ അവിടെ കഴിക്കണത് ഇവിടെ കഴിക്കണ്ടാവൂല. അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ കുഴപ്പമില്ല, ഞങ്ങൾ കഴിക്കണേന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ കാണാത്തോണ്ട് ഞാൻ ഇതിന്റെ വിഷമുണ്ടെന്നും പറഞ്ഞ് ഞാൻ പേടിച്ചു. സത്യത്തിൽ ഈ കടൽ പാമ്പിനെ കിട്ടുന്ന സമയത്ത് അങ്ങനെ അപകടങ്ങൾ ഉണ്ടാവാറുണ്ടോ? അങ്ങനെ പലരും ഭയങ്കര വിഷമുള്ളന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കടൽ പാമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതുപോലെ ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോ പുള്ളിക്കാരന്റെ അടുത്തും ഞാൻ ഇതുപോലെ ചോദിച്ചു, ഇത് ഭയങ്കര വിഷമുള്ളന്ന് ഇങ്ങനെ ആരെങ്കിലും കടിച്ചിട്ടുണ്ടാന്ന് വെച്ചാൽ. നമ്മുടെ ഇതില് അങ്ങനെ കണ്ടിട്ടില്ല കടിച്ചായിട്ട്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് ഒരാളെ കടിച്ചിട്ട് പക്ഷെ പുള്ളിക്കാരനെ കരയിൽ എത്തിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അത് ഈ കടലിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. എല്ലാത്തിലും നമുക്ക് അങ്ങനെ കൂടുതൽ ഓവറായിട്ട് വിഷമുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. പല ടൈപ്പ് പാമ്പുകളുണ്ടല്ലോ. ചില സമയങ്ങളിൽ ചിലതിനെയൊക്കെ കാണുമ്പോ
നേരെ ആരും പിടിക്കത്തും കൂടിയില്ല, നേരെ ഷവലും കൊണ്ട് എടുത്ത് കോരിക്കളയണ. ചില പാമ്പുകളെയൊക്കെ കൈക്കെടുത്ത് ഇങ്ങനെ ഇറങ്ങളയുന്നു. അത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ചില കടലിലെ ചില സാധനങ്ങളൊക്കെ, ഈ ചില ജെല്ലി ഇതൊക്കെ തൊടുമ്പോ തന്നെ, ചില ജെല്ലി ഫിഷിനെയൊക്കെ നമുക്ക് തൊടാൻ പാടില്ല. തീച്ചൊറി എന്നൊക്കെ പറയുമ്പോൾ യെല്ലോ കളർ, അതിന്റെയൊക്കെ നാര് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയാൽ മതി, ചൊറിഞ്ഞ് ഭയങ്കരമായിട്ട് ഇറങ്ങും. അത് ഈ ബീച്ചിൽ കുളിക്കുമ്പോഴൊക്കെ ചിലവരുടെയൊക്കെ ശരീരത്തിൽ മുട്ടുക സാധനം മുട്ടുന്നത്. അങ്ങനെ കുറെ വിഷമുള്ള കുറെ സാധനങ്ങളുണ്ട്. പിന്നെ ഒരു മീനെ ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു, മറ്റേ ഇങ്ങനെ വീർത്ത് വരുന്നൊരു മീൻ, ബഫർ ഫിഷ്. ബഫർ ഫിഷ് ശരിക്കും ഈ കടൽമാക്രി എന്ന് പറയണത് ശരിക്കും അതൊരു മീനാണ് സത്യത്തിൽ. കടൽമാക്രി എന്ന് പറഞ്ഞാൽ അത് നമ്മ ഇതുപോലെ പഫ് ചെയ്ത് തന്നെ ഒരു മീനാണ് കടൽമാക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു മീനിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ചാനലിലും ആ ഒരു പേര് നമ്മൾ ഇട്ടത്. ഒരു യൂണിക് നെയിം. ഫസ്റ്റ് ടൈം ഒരാൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ കടൽമാക്രി അതെന്താണെന്ന് അങ്ങനെ ചിന്തിക്കും. അപ്പൊ അങ്ങനെ ഒരു ഇതാക്കിയാണ് നമ്മൾ ആ ഒരു പേര് കടൽമാക്രി എന്ന് പറഞ്ഞിട്ടത്. കടൽമാക്രി എന്ന് പറഞ്ഞ പേരിട്ടത്. ഇത്രയും ഇപ്പം എത്ര വർഷമായി കാണും ഇപ്പൊ കടൽ? ഞാനിപ്പോ ഒരു 4 വർഷമായിട്ടുണ്ടാവും നമ്മുടെ ഈ കടലിൽ വ്ളോഗിങ്ങും കാര്യങ്ങളായിട്ട് ഇപ്പൊ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങി. അതിന് മുന്നേ എനിക്ക് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. അപ്പൊ ഇപ്പൊ ചോദിക്കുക, കടലിനെ എപ്പോഴെങ്കിലും, അതായത് കടലിനെ പേടിയുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല്, പേടിക്കേണ്ടതായിട്ടുള്ള പേടി ഉണ്ടാന്ന് ചോദിച്ചാൽ നമ്മ പേടിക്കണം, കടലിനെ പേടിക്കണം. ഞാൻ അല്ലാതെ മറ്റേ ആളാണ് അങ്ങനെയാണ് എനിക്ക് പേടിയില്ല എന്നൊന്നും പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. വെള്ളത്തിനെ നമ്മ പേടിക്കണം, കടലിനെയും പേടിക്കണം നമ്മൾ. കാരണം എപ്പ കടലിന്റെ സ്വഭാവം മാറുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പേടിയും റെസ്പെക്റ്റും ഉണ്ട് നമുക്ക് ആ ഒരു ഇതോടെ. ഇങ്ങനെ കടലില് ഉൾക്കടലിലൊക്കെ പോയി മറ്റേ 30 ദിവസമൊക്കെ പോയി എന്ന് പറയല്ലോ. അപ്പൊ നമുക്കിപ്പം എല്ലാവരും പോയി സേഫ് ആയിട്ട് വരണം എന്ന് ആഗ്രഹിച്ചതന്നെ പോകുന്നത്. ഇനി പെട്ടുപോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മ ഈ പോവാൻ നേരത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനമൊക്കെ ഞെട്ടിലും ബോൾട്ടിലും ഓടുന്ന സാധനങ്ങളാണ്. ഇത്രയും ദിവസം 4-5 ദിവസം മാത്രം ഓട്ടം ഓടിയിട്ടാണ് നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത്. 5 ദിവസം രാവും പകലുമില്ലാണ്ട് ഈ ബോട്ടിന്റെ എഞ്ചിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത്. അപ്പൊ ചില ബോട്ടുകളുടെയൊക്കെ ഈ എഞ്ചിൻ സൈഡ് അല്ലെങ്കിൽ ഗിയറിനൊക്കെ പണി കിട്ടാൻ നേരത്ത് ഇങ്ങനെ ഒഴുകി നടക്കും. ഞാൻ ഈ റീസെന്റ് അടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഇതുപോലെ തമിഴ് ബോട്ട് ഗിൽനെറ്റ് ബോട്ട് പോയിട്ട് ഇതുപോലെ ഗിയർ എന്തോ പണി കിട്ടിയിട്ട് കപ്പലുകാരും ഒന്ന് അവർക്ക് ഫുഡ് കൊടുത്ത് അവരെ രക്ഷിക്കണത്. അതുപോലത്തെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടംപോലെ ബോട്ടുകൾ ഇതുപോലെ പെട്ട് പോയി കഴിഞ്ഞിട്ട് വയർലെസ്സിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. പക്ഷെ ഒരു ഇത്ര ലിമിറ്റ് ഉണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് വയർലെസ് കിട്ടത്തില്ല. അതുപോലെ ക്ലൈമറ്റിന്റെ ഇതൊക്കെ നോക്കിയിട്ടാണ് അത് കിട്ടുന്നത്. പിന്നെ ഇപ്പൊ എല്ലാ ബോട്ടിനകത്തും ഈ സാറ്റലൈറ്റ് ഫോൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഗിൽനെറ്റ് ബോട്ടിനകത്ത്. അപ്പൊ അത് വെച്ചാണ് പിന്നീട് അവര് കോണ്ടാക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്. ഒരിക്കലും ചിലവരൊക്കെ പെട്ടുപോകും, ചിലവര് രക്ഷപ്പെട്ട് എങ്ങനെയും മാക്സിമം ഇപ്പൊ ബോട്ടുകളിൽ അതിനുള്ള സംവിധാനങ്ങൾ ഇങ്ങനെ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പെടാനായിട്ടുള്ള സാധ്യത റഫ് ടൈം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതെ. ഈ നിങ്ങൾക്ക് മാത്രം കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രം കണ്ട് അങ്ങനെ അത്രയും എൻജോയ് ചെയ്യുന്ന ഒരു വ്യൂ, കടലിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ, അത് എന്ത് വ്യൂ ആ? കടലിൽ നിന്ന് കാണുന്ന വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാല് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ നൈറ്റത്തെ ഒരു വ്യൂ, അത് നമ്മ ഈ കരയിന്ന് കാണുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ പൊടിയും ഇതൊക്കെ ആയിട്ട് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ആകാശം അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷെ ഈ കടലിലേക്ക് പോകുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് പൊല്യൂഷൻ ഭയങ്കര കുറവായിരിക്കും, പൊല്യൂഷൻ ഉണ്ടാവത്തില്ല. അപ്പൊ ആ കാണുന്ന ഒരു ഇത് വിഷ്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷ്വൽ ആയിരിക്കുള്ളൂ. ഏഴിമല നേവൽ ബേസ് ഇല്ലേ, അത് ഞാൻ കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. അപ്പൊ ഒരാൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചേക്കാണ്, നിങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനെ കാണാനായിട്ടുള്ള ഭാഗ്യം. അതായത് ഈ കടലിൽ നിന്നുള്ളൊരു വ്യൂ കാണാനായിട്ടുള്ള ഭാഗ്യം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ആ അയച്ച ആളുടെ അപ്പനൊരു ഫിഷർമാനാണ്, പുള്ളിക്കാരുടെ അപ്പയും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് മാത്രം കാണാനുള്ളൂ. കാരണം അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് മൊത്തം. അപ്പൊ നമുക്ക് കാണാൻ അവിടെ ഉള്ളവർക്ക് ആ ഒരു ബീച്ച് സൈഡിലേക്ക് ആ സ്ഥലങ്ങളിലേക്കൊന്നും വരാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. കടലിൽ കൂടെ പോകാൻ നേരത്ത് നമുക്ക് ആ ഒരു വ്യൂവും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതെ. കടലിൽ നിന്ന് ഇരുന്നിട്ട് സൺറൈസ് കാണുന്നത്, സൺസെറ്റ് കാണുന്നത് അതും അടിപൊളിയാണ്. അത് കുറച്ചും കൂടി ഡീപ്പിൽ പോയിട്ട് കാണണം. ഡീപ് സീയിൽ പോയിട്ട് കാണാൻ നേരത്ത് ആ ഒരു സമയത്ത് നമ്മൾ ഈ ബോട്ടിന്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗം, അതായത് അണിയോ എന്നാണ് പറയുന്നത്. ഈ ഒരു സൈഡിന് അണിയോന്നും ബാക്ക് സൈഡിന് അമരോ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അണിയത്തിരുന്ന് കാണുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോ അടിപൊളിയാണ് ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. നല്ല വൈബായിരിക്കും. ഈ ഇത്രയും ലോങ് ആയിട്ടൊക്കെ ഒത്തിരി ദിവസങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഈ കുളിക്കാനും കുടിക്കാനും ഒക്കെ കൂടിയുള്ള വെള്ളം ഇതൊക്കെ എങ്ങനെയാ ശരിക്കും? അതായത് നമ്മുടെ ബോട്ടിനകത്ത് ആ ഗിൽനെറ്റ് ബോട്ടിനകത്താണെന്നുണ്ടെങ്കിൽ 15,000 ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് ഉണ്ട്. 15,000 ലിറ്റർ. അപ്പൊ ഫസ്റ്റ് ടൈം നമ്മ പോകുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ടൈം പോയപ്പോന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ബോട്ടുകളിലൊക്കെ പോകുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കാനായിട്ട് ടാങ്കിൽ വെള്ളം ഉണ്ടാവും, കുടിക്കാനായിട്ടുള്ള വെള്ളം ആ ക്യാനുകൾ ഉണ്ടാവും. 50 ലിറ്ററിന്റെ ക്യാനുകളില്ലേ, ആ ക്യാനുകളിലായിട്ട് നമ്മ ഫിൽറ്റർ ചെയ്ത വെള്ളം കൊണ്ടുവരും.
അതൊരു 10 എണ്ണം നമ്മ കൊണ്ടുപോയിട്ട് സ്റ്റോർ റൂമിലേക്ക് ഇറക്കി വെക്കണേണ്. എന്നിട്ട് ആവശ്യാനുസരണം നമ്മ വെക്കണേണ്. പക്ഷെ ആ ബോട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ക്യാനുകളില്ല. നമ്മൾ കുളിക്കാനും കുടിക്കാനും എല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കണ ആ ഒരു ടാങ്കി കിടക്കണ വെള്ളമാണ്. അപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ ആ ബോട്ടിൽ പോകുമ്പോ കുടിക്കാനായിട്ട് വെള്ളം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞപ്പോ ചാമ്പോയിപ്പിൽ ചാമ്പിക്കൊള്ളാൻ പറഞ്ഞു. ചാമ്പോയിപ്പിൽ ഞാൻ ചാമ്പി നോക്കിയപ്പോ ആ വെള്ളത്തിനകത്ത് നിറച്ചൊഴുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാ കുടിക്കാം. ഇന്ത വെള്ളം എന്താ കുടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പണി പാളിയ. ഫസ്റ്റ് ടൈം വെള്ളം നമ്മ പോയിക്കണം. ബോട്ടാണെങ്കിൽ കരയിൽ നിർത്തുമ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാനൊരു ഗ്ലൗസ് എടുത്തിട്ട് ആ ഇതുമ്മ ചാമ്പോയിപ്പ കെട്ടി ഇങ്ങനെ വെച്ച്, അപ്പൊ ആ വന്ന അഴുക്ക് കുറച്ച് ഫിൽട്ടർ ആയി വരുമല്ലോ. അങ്ങനെ അടിച്ചടിച്ചടിച്ചാണ് ആ വെള്ളം. ഒരു 1-2 ദിവസമൊക്കെ നമുക്ക് എല്ലാവർക്കും ആ ബോട്ടിൽ പോകുമ്പോ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫുഡാണ് പറ്റാത്തത്. അണ്ണന്മാരുടെ ഫുഡ് എല്ലാവർക്കും പറ്റണമെന്നില്ല. പക്ഷെ 1-2 ദിവസമൊക്കെ നമ്മ അതിനകത്ത് നിന്ന് കഴിഞ്ഞാല് പിന്നെ അവരിൽ ഒരാളായി മാറിയാണ് നമ്മ, സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പൊ ആ ബോട്ടിൽ പോയിട്ട് എനിക്ക് ഒരുപാട് കമ്പനിക്കാരുണ്ട്. അതിലൊരു കമ്പനിക്കാരൻ ഈ അടുത്ത് ഞാൻ വിളിച്ച് എന്റെ വീട്ടിലേക്ക് വന്ന് ഈ ഒരു സ്ഥലമൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ടുണ്ട്. ശരിക്കും ലൈഫ് സ്റ്റൈല് ഭയങ്കര വ്യത്യാസമുണ്ടല്ലേ? ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മ അഡ്ജസ്റ്റ് ചെയ്യണ പോലെ അവരഡ്ജസ്റ്റ് ചെയ്യണ പോലെ നമുക്ക് പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതെ അതെ അതെ. ഫിഷിന്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ അവിടുത്തെ ഇവിടുത്തെയും കൂടി? ഇല്ല, അങ്ങനെ ഇല്ല. അത് ചില സ്ഥലങ്ങളിൽ നമ്മ ഈ പറഞ്ഞ ഈ പാറയുടെ മുകളിലൊക്കെ നിൽക്കണ മീനുകളില്ലേ, പാറയുടെ മുകളിലൊക്കെ നിൽക്കണ മീനുകളിൽ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കുള്ളൂ. അതായത് നമ്മുടെ ഈ കൊല്ലം തൊട്ട് ഇവിടെ നിന്ന് ഈ മംഗലാപുരം ആ ഒരു സൈഡ് വരെ ചെള്ളക്കടൽ എന്നാണ് പറയുന്നത്. അതായത് ആഴക്കടലല്ല, ഇതിങ്ങനെ സ്ലോപ്പായിട്ടായിരിക്കും കടൽ പോയേക്കണത്. കൊല്ലം തൊട്ട് തിരുവനന്തപുരം കന്യാകുമാരി ആ ഒരു സൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആഴക്കടലാണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും ആഴം തന്നെ. കുഴികളും മലകളും അങ്ങനെ ഇരിക്കണം പോയാണ്. നമ്മുടെ ഇവിടെ മൊബൈലിന്റെ ടവർ കട്ടാവണ് 15 ഭാഗം 20 ഭാഗം കഴിയുമ്പോ നമ്മുടെ മൊബൈലിന്റെ ടവർ കട്ടായി പോകും. പക്ഷെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് 40 ഭാഗം 50 ഭാഗത്തിലും നമുക്ക് മൊബൈലിന് ടവറിന് റേഞ്ച് ഉണ്ടാവും. അവിടെ ആഴക്കടലാണ്. കൊല്ലം കഴിഞ്ഞ് അങ്ങോട്ട് തിരുവനന്തപുരം ആ ഒരു സൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആഴക്കടലാണ്. നമ്മുടെ ഇവിടത്തെ ഈ ഒരു കടലിനെ പരപ്പങ്കടൽ എന്നാണ് പറയുന്നത്, ചെള്ളക്കടൽ എന്നാണ് പറയുന്നത്. പക്ഷെ ചെള്ളക്കടലിലുള്ള മീനാണ് ടേസ്റ്റ് കൂടുതലെന്ന് എല്ലാവരും പറയുന്നത്. പിന്നെ അതുപോലെ ഈ പാരയമുള്ള മീൻ, അതായത് ഈ പാറയമുള്ള മീനിനും ടേസ്റ്റ് കൂടുതലായിരിക്കും. അങ്ങനെ ഈ കടലിലെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരത്തില്ല, ഒരുപാടുണ്ട്. പിന്നെ ഞാൻ പെട്ടുപോയൊരു സംഭവം ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ലേ മുന്നേ എനിക്കൊരു ബോട്ട് ഉണ്ടായിരുന്നു. ആ ബോട്ടിനകത്ത് ഈ ചൂണ്ടപ്പണിക്ക് പോകാൻ നേരത്ത് എഞ്ചിൻ സൈഡിലെ സ്വന്തം ബോട്ടാണല്ലോ. അപ്പൊ നമുക്ക് ടെൻഷൻ ആയിരിക്കും. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും ആ കാര്യം പെട്ടെന്ന് ക്ലിയർ ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ നോക്കണത്. അതുപോലെ ചൂണ്ടപ്പണിക്ക് പോകാൻ നേരത്ത് നമ്മൾ ഈ ജനറേറ്റർ റൂമിൽ എഞ്ചിൻ റൂമിനുള്ളതാണ് ജനറേറ്റർ റൂം. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ ജനറേറ്റർ ഓൺ ആക്കിയാണ്. അപ്പൊ സാധാരണ ഈ സൈലൻസർ പുറത്തേക്ക് മുകളിലേക്കാണ് കൊടുക്കുന്നത്. അവിടെ നമ്മുടെ ബോട്ടിന്റെ സൈലൻസർ കട്ടായി കിടക്കരുത്. അപ്പൊ അതിന്റെ ആ ഒരു പുക തള്ളണത് ആ എഞ്ചിൻ റൂമിലേക്ക് തന്നെയാണ്. അങ്ങനെ ഇത് കറങ്ങി എന്തോ കംപ്ലൈന്റ് ആയി പോയിട്ട് ഓവർ സ്പീഡിൽ ഈ സാധനം കറങ്ങി എഞ്ചിൻ റൂം മൊത്തം പുകയായി പോയി. ബോട്ട് സ്റ്റാർട്ടായി കിടക്കിരുന്നു. ഇതിന്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണല്ലോ. നമുക്ക് കണ്ണ് കാണാനൊന്നും പറ്റില്ല. രാത്രിയായിരുന്നു. അപ്പൊ ഈ കാലും എവിടെയാണ് വെക്കേണ്ടത് കണ്ണെരിഞ്ഞോണ്ടിരിക്കണം. ഈ പുക വന്നിട്ട് ഡീസൽ ചേർന്നിട്ടുള്ള ഒരു പുകയാണ് വന്നിട്ടിരിക്കുന്നത്. അപ്പൊ സ്രാങ്ക് എല്ലാവരും കൂടി മോളിൽ നിന്ന് ഒച്ചപ്പാട്, എഡ്ബി എന്നും പറഞ്ഞ ഒച്ചപ്പാട്. അങ്ങനെ ഒരു കണക്കിന് ആരാണ്ടിന്റെ ഒക്കെ പ്രാർത്ഥന കൊണ്ട് കാലം അവിടെ ഇവിടെ എങ്ങും കൊള്ളാണ്ട് കറക്റ്റായിട്ട് ഏണിമ പിടുത്തം കിട്ടി. ഒരു ഏണി ഉണ്ടാവും നമുക്ക് ഇറങ്ങി പോകാനായിട്ട്. ആ ഏണിമ പിടുത്തം കിട്ടി നേരെ മുകളിലേക്ക് കയറി വന്ന് അന്നത്തെ ഒരു ദിവസം പിറ്റേ ദിവസം കരയിൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോ ശരിയാക്കാൻ വന്നു കഴിഞ്ഞപ്പോ എന്റെ മുഖത്തും കണ്ണിന്റെ മൂക്കിലൊക്കെ കരിയാണ് ഇരിക്കണത്. അത് ആ ഒരു കരിയുടെ ഉള്ളിൽ പെട്ടുപോയിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന്. അങ്ങനെ പല ഇൻസിഡൻസും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ നമ്മുടെ ഈ ശംഖുമണിയുടെ വീഡിയോ എടുക്കാനായിട്ട് തൂത്തുക്കുടി പോയി കഴിഞ്ഞ സമയത്ത് അവിടെ ഇതുപോലെ വെള്ളത്തിൽ ചാടി കഴിഞ്ഞപ്പോ എനിക്ക് ഫസ്റ്റ് അവര് ഇഡലിപ്പാത്രം പോലത്തെ ഒരു സാധനം കാലിലിടും. നമ്മ നോർമലി നീന്തണ പോലെ അല്ല. നമ്മ നോർമലി ഫിൻസ് ഇട്ട് നീന്തുമ്പോ നമ്മ ഇങ്ങനെ ആയിരിക്കും നീന്തണം. മറ്റേന്ന് വെച്ചാൽ സൈക്കിള് ചവിട്ടണ പോലെ ഇങ്ങനെ ചവിട്ടണം. അവര് നമുക്ക് പറഞ്ഞില്ല. ഞാൻ ഈ സാധനം ഇട്ട് നിന്നിട്ട് നമ്മ നോർമലി നീന്തണ പോലെ ഇങ്ങനെ നീന്തി കഴിഞ്ഞപ്പോ വെള്ളം മുകളിലേക്ക് കുടിച്ചു. അപ്പൊ ഇങ്ങനെ താന്ന് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ 1-2 പ്രാവശ്യം ഞാനിങ്ങനെ മുങ്ങി വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ പുള്ളിക്കാരൻ എനിക്ക് റോപ്പൊക്കെ ഇട്ടൊന്ന് പഠിപ്പിച്ചു തന്നിട്ടാണ് പിന്നെ കടലിന്റെ അടിയിലേക്ക് പോയിട്ട് ആ ഒരു ശംഖുണിയുടെ വീഡിയോ നമ്മൾ കാണിച്ചത്. ഒരു കിടിലൻ കാഴ്ച തന്നെയായിരുന്നു. ആ ഒരു ശംഖുണിയുടെ വെറൈറ്റി കാഴ്ച തന്നെയായിരുന്നു. അതെ, ഈ കടലിന് അടിയിൽ ഇറങ്ങുന്ന സമയത്ത് അതെ, നമുക്ക് ഈ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അവരെ ശരിക്കും സമ്മതിച്ചു കൊടുക്കണം. അവരാ ഈ പറഞ്ഞ പോലെ 10 ആള് താഴ്ചയിൽ പോയിട്ടാണ് അവർ ആ ശംഖ് തോണ്ടിയെടുക്കുന്നത്. അപ്പൊ അത്രയും ആഴത്തി പോകുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇയർ ബാലൻസിന് പ്രശ്നം വരും. മർദ്ദം കൂടാൻ നേരത്ത് അതിന്റെ ബുദ്ധിമുട്ടുകൾ വരും. പക്ഷെ 1-2 മണിക്കൂറോളം അവർ ഇങ്ങനെ ഒരു കമ്പി കുത്തി വെച്ചിട്ട് ഈ കാലും കൊണ്ട് ഇങ്ങനെ തോണ്ടിയാണ് ആ ശംഖ് അവര് ആ കടലിന്റെ അടിയിൽ നിന്ന് എടുക്കണേന്ന് വെച്ചാൽ. ഈ മത്സ്യത്തൊഴിലാളികൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഹെൽത്ത് വൈസ് അവർ ഏറ്റവും ബുദ്ധിമുട്ടുന്ന എന്ത് കാര്യത്തിലായിരിക്കും?
ഹെൽത്ത് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഈ ലോങ് ടേം ഇങ്ങനെ കടലിലും ഈ അവരിങ്ങനെയാണല്ലോ യാത്രകളും ഒക്കെ. അപ്പൊ അവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഹെൽത്ത് പ്രോബ്ലം എന്തായിരിക്കും? ഇപ്പൊ ഹെൽത്ത് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഞാൻ അങ്ങനെ ഹെൽത്ത് പ്രോബ്ലം വന്ന ആളുകൾ കണ്ടിട്ടില്ല. ഇപ്പൊ മലയാളികളാണെങ്കിൽ പോലും, കാരണം അധ്വാനമുള്ള ഒരു പണിയാണല്ലോ ഈ കടലിൽ പോകുമ്പോഴുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി നമ്മൾ ഈ പറഞ്ഞ പോലെ വല വലിക്കുന്നു. അധ്വാനമുള്ള പണി, അതിന്റെ പേരിൽ നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ അതനുസരിച്ചുള്ള എക്സസൈസ് നമ്മുടെ ബോഡിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതനുസരിച്ച് ഇപ്പൊ ഈ അണ്ണന്മാര് കുറെ പേരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ചിലവരെ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ഭയങ്കര വലിയ വയറൊക്കെ ആയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അതനുസരിച്ച് അവര് പണിയും എടുക്കും. അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് വന്നതായിട്ട് ഞാൻ അങ്ങനെ ആരും കണ്ടിട്ടില്ല. പിന്നെ ചിലപ്പോ എന്റെ ഒരു അറിവിന്റെ ആയിരിക്കാം, ചിലപ്പോ ഉണ്ടാവും, എനിക്കറിയത്തില്ല. ഏതെങ്കിലും ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ഉണ്ടോ കടൽ റിലേറ്റഡ് ആയിട്ട് തന്നെ? കടൽ റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഒരു വെയിലിന്റെ ഒപ്പം ഒരു ഡൈവ് ചെയ്യണമെന്നുണ്ട്. അത് ശ്രീലങ്കയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ഫ്രീ ഡൈവ് ആണ് വെയിലിന്റെ ഒപ്പം. ശരിക്കും എങ്ങനെ ഈ വെയിൽ തിമിംഗലം ഡേഞ്ചറസ് അല്ലേ? അപ്പൊ ശരിക്കും ഡേഞ്ചർ എന്ന് പറയാനായിട്ടില്ല, അത് അതിന്റേതായ പാടുകൾ നോക്കി പോകുന്നു. നമ്മൾ അതിന്റെ മുമ്പിൽ പോകുമ്പോ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റൂല. അത് ഓരോ കാറ്റഗറി ആണല്ലോ. കില്ലർ വെയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറ്റാക്ക് ചെയ്യണ വെയിൽസ് ആണ്. അതല്ലാണ്ട് നമ്മുടെ ഇവിടെയൊക്കെ കൂടുതലായിട്ടും കാണുന്ന ഈ പറഞ്ഞ ഈ ഹംബാക്ക് വെയിൽസിന്റെ തന്നെ വേറൊരു ടൈപ്പാണ് നമ്മുടെ ഇവിടെയൊക്കെ കാണുന്നത്. ഇഷ്ടംപോലെ നമ്മുടെ വീഡിയോസിലൊക്കെ ഇഷ്ടംപോലെ ഞാൻ കാണിച്ചിട്ടുണ്ട് വെയിൽസിനെയൊക്കെ. വലിയ കട്ട വെയിൽ നമ്മുടെ ബോട്ടിന്റെ അത്രയൊക്കെ ഉണ്ടാവും. ഷാർക്ക് പക്ഷേ ഷാർക്ക് അറ്റാക്കിംഗ് മൈൻഡ് ഉള്ള ഒരു മീനാണ്. അതെ, നമ്മ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ നേരത്തെ, നമ്മുടെ ഈ കുറെ നേരം നമ്മ വെള്ളത്തിൽ കിടക്കാൻ നേരത്ത് നമ്മുടെ ഈ ഉള്ളങ്കാലില്ലേ, ഉള്ളങ്കാല് ഇങ്ങനെ തിളങ്ങും കിടന്നു. തിളങ്ങാൻ നേരത്ത് ഈ സാധനം പെട്ടെന്ന് കാണുമ്പോഴൊക്കെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എനിക്ക് പരിചയം അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഈ അണ്ണന്മാരെന്ത് ചെയ്യും, മടിയിലൊക്കെ ഗ്രീസ് പറ്റിയിടും, കാലിന്റെ ഉള്ളംകാല് തിളങ്ങാതിരിക്കാൻ വേണ്ടി. അത് നമ്മ ഈ ബോട്ടിൽ പങ്കയൊക്കെ ചെത്താൻ ഇറങ്ങും. ചില സമയങ്ങളിൽ വലകളൊക്കെ കുടുങ്ങാൻ നേരത്ത്, അന്നേരം ഇറങ്ങാൻ നേരത്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണേന്നാണ് കേട്ടിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ഡീപ് സീൽ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ അടുത്തൊരു വീഡിയോയില് ഒരു വലിയക്കാട്ട 250 കിലോന്റെ ഷാർക്കിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അതിന്റെ പല്ലിന് ഞാൻ നമ്പർ ലോക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു മീനെ എടുത്തപ്പോ അതിന്റെ മറ്റേ കൊമ്പ് ഇങ്ങനെ ഒടിച്ച് ഓലക്കൊടിയന്റെയും ഒടിക്കും. പിന്നെ അതുപോലെ തന്നെ പന്നിക്കോലാന്റെ ഒടിക്കും, കട്ടക്കൊമ്പന്റെ എല്ലാത്തിന്റെയും കൊമ്പ് നമ്മൾ ഒടിച്ചത്. അത് ഡാമേജ് വരത്തില്ല. അത് നമ്മുടെ മേത്ത് കുത്തി കൊള്ളാതിരിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ നേരത്ത് മേത്ത് കുത്തി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഒടിച്ചളയുന്നത്. തെരണ്ടിവാല് കിട്ടും, പക്ഷെ അത് നമുക്ക് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. കാരണം ഓരോ ടൈപ്പ് തെരണ്ടിക്കാണ് അങ്ങനത്തെ ഒരു മുള്ളുള്ള ഒരു ഇതൊക്കെ. എല്ലാ തെരണ്ടിക്കും വാലുണ്ട് എല്ലാത്തിനും. പക്ഷെ ചില മീനുകളുടെ, ചില തെരണ്ടികളുടെ വാലും കൊണ്ട് അടിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ കാലിനൊക്കെ പഴുപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നത്. എല്ലാത്തിലും അതുപോലത്തെ ആ ഒരു അരം പോലെ ഒരു സംഭവം വന്നില്ല. നമ്മുടെ ഡീപ് സീ കിട്ടുന്ന ആ ഒരു തെരണ്ടിക്കൊന്നും അങ്ങനെ അരുവില്ല. ഞാൻ നോക്കിയായിരുന്നു. നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ തെരണ്ടിവാലിനടിച്ച് മരിച്ചിട്ടൊക്കെ. അങ്ങനെയുണ്ട്. ഇപ്പൊ ചില തെരണ്ടികളുടെ മുള്ള് നമ്മുടെ ശരീരത്തിൽ, തെരണ്ടികൾ അറ്റാക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുള്ളു കൊണ്ടാണ്. അതിന്റെ മുതുകിലെ മുള്ളുകൾ വെച്ചിട്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഡിസ്കവറി ചാനലിൽ. പണ്ട് പോലെ കേട്ടിട്ടുണ്ട് അങ്ങനെ. അപ്പൊ അങ്ങനെ അറ്റാക്ക് ചെയ്യണത് മുള്ളുകൾ കൊണ്ടാണ്. അപ്പൊ എല്ലാ തെരണ്ടികളുടെ മുള്ളുകളിലും വിഷമില്ല, ചില ടൈപ്പിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ തിമിംഗലത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഈ ഇടയായിട്ട് നമ്മളിങ്ങനെ കുറച്ച് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് എപ്പോഴും കാണാം തിമിംഗലം അടിഞ്ഞു കയറുന്നെന്ന്, അതിന്റെ ജഡം അടിഞ്ഞു കയറുന്നെന്ന്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചത്ത് പൊങ്ങുന്നതിന്റെ റീസൺ മനസ്സിലായിട്ടുണ്ടോ? മിക്കതും ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഒരു ടൈം കഴിയുമ്പോ ഒരു പ്രായമാകുമ്പോ അങ്ങനെ വരുന്നതും ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ കപ്പലൊക്കെ മുട്ടിയൊക്കെ, അതൊക്കെ നിസ്സാരമേ അങ്ങനെ പറ്റാറുള്ളൂ. കപ്പല് മുട്ടിയൊക്കെ അപകടങ്ങൾ പറ്റിയിട്ട് വന്നത് നിസ്സാരമേ പറ്റാറുള്ളൂ. അങ്ങനെ നമ്മുടെ ഈ അടുത്തും ഒരെണ്ണം കഴിഞ്ഞ വർഷം എന്തോ അങ്ങനെ കേറിയിരുന്നു ഇതുപോലെ തിമിംഗലം ഇങ്ങനെ കരക്കടിഞ്ഞ് കേറിയിട്ടുണ്ടായത്. അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളായിരുന്നു. ശരിക്കും അതിന്റെ അടുത്ത് നിൽക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതിന്റെ ഉള്ളിൽ എന്തോ ഒരു ഗ്യാസ് ഫോം ചെയ്തത് ഇങ്ങനെ ബ്ലാസ്റ്റ് ആവും, പൊട്ടിത്തെറിക്കുമെന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോ നേരത്തെ പറഞ്ഞില്ലായിരുന്നു മറ്റേ ഈല് കടിച്ചിട്ടൊക്കെ കയ്യില്, അപ്പം അത് നമുക്കൊന്ന് സർവൈവ് ചെയ്യാൻ പറ്റിയ 8 ദിവസം കുഴപ്പമില്ല. ബേസിക് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് നമ്മുടെ ബോട്ടിലുണ്ടായിരുന്നു. പക്ഷെ വലിയതായിട്ടുള്ള ഇപ്പൊ ഒരാൾക്ക് പെട്ടെന്ന് ഇപ്പൊ എന്തെങ്കിലും ഒരു അപകടം വരിക, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നാട്ടിലാണെങ്കിൽ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ചിലവർക്ക് വന്നിട്ടുണ്ട് നെഞ്ചുവേന പോലെയൊക്കെ വന്നിട്ട്. നമുക്കിപ്പോ ഇങ്ങനത്തെ ബോട്ടിലൊക്കെ പോകുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ദൂരം പോവാത്തതിന്റെ പേരിൽ ഒന്ന് തള്ളി വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സാര നേരം കൊണ്ട് 3-4 മണിക്കൂർ 4-5 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് കരയിലെത്താൻ പറ്റും. പക്ഷെ കുറച്ചും കൂടി ലോങ് പോണ ബോട്ടാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പോയ ബോട്ട് 5 ദിവസം മാത്രം ഉണ്ട്, ഓട്ടം മാത്രം. അപ്പൊ അന്നത്തെ ആ ബോട്ടിനകത്ത്, എന്റെ ബോട്ടിനകത്തുള്ള ഒരു സുഹൃത്തുണ്ട്, നാഗരാജൻ എന്ന് പറയും. അപ്പൊ ആ ബോട്ടിനകത്ത് ഇതുപോലെ സ്റ്റെപ്പർ പ്ലൈവുഡിന്റെ പീസുകൾ സൈഡിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവും. അതിൽ ഈ റോളിങ് നല്ല റഫ് ടൈം ആയിരുന്നു. അതിലിങ്ങനെ കെട്ടിയാണ് നമ്മൾ നിർത്തിയാണ് റോപ്പിനകത്ത്. പുള്ളിക്കാരൻ അതിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് റോപ്പ്
ഇതായി പോയി, പൊട്ടിപ്പോയി റഫിനകത്ത്. അതെല്ലാം പുള്ളിക്കാരൻ്റെ കാലിൽ വീണിട്ട് കാല് ഒടിഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒടിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം എന്തോരം സ്പീഡിൽ നമ്മൾ പോയി കഴിഞ്ഞാലും നമുക്ക് മിനിമം 4 ദിവസം 3 ദിവസം നമുക്ക് എത്താനായിട്ട് വേണം, എത്ര തള്ളി വെച്ച് ഓടിച്ചു കഴിഞ്ഞാലും. അങ്ങനെ പുള്ളിക്കാരനായിട്ട് ആ വേദന സഹിച്ച് പുള്ളിക്കാരൻ കടലിൽ കിടന്ന് പെയിൻ കില്ലർ എന്തെങ്കിലും മരുന്നുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് കൊടുക്കും. അത്യാവശ്യം വേണ്ട ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് നേരെ ബോട്ട് ഓടിച്ച് ഒരു 3 ദിവസത്തോളം ഓടി നേരെ അടുത്ത് വന്ന്. പിന്നെ വള്ളം, വലിയ നമ്മുടെ ഈ ചെറിയ വള്ളമില്ലേ, ചെറിയ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിനേലും സ്പീഡിൽ പോകും. ആ സാധനം അത്യാവശ്യം ഒരു ദൂരത്തിൽ അത് വരണ ഒരു ദൂരമായപ്പോഴൊക്കെ അവരെ വിളിച്ചിട്ട് അവർ നേരെ വന്ന് പുള്ളിക്കാരൻ അതിലേക്ക് കയറ്റി ഷിഫ്റ്റ് ചെയ്ത് നേരെ കരക്ക് വിട്ട് അത്രയും സ്പീഡിൽ എത്തിക്കാനായിട്ട്. അങ്ങനെയും ചില സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ നെഞ്ചുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് കരയിലും കടലിലും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഓരോ തവണ നമ്മൾ ഈ ലോങ് ആയിട്ട് കടലിൽ പോകുമ്പോഴും നമ്മൾ എന്താ പറയാ, നമുക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് 100% ഒരു ഗ്യാരണ്ടി ഇല്ലാണ്ടല്ലേ പോകുന്നത്. എപ്പോഴും നമ്മൾ പോവാൻ നേരത്ത് ചില സമയങ്ങളിൽ റഫ് ടൈം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനെ വിളിച്ച് മാത്രമാണ് നമ്മൾ കടലിലേക്ക് പോകുന്നത്. ഫാമിലി അത് നമുക്ക് അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. കാരണം റേഞ്ച് ഒന്നും ഇല്ലല്ലോ. ഞാൻ 28 ദിവസമൊക്കെ ഈ 32 ദിവസം കടലിൽ കിടക്കുന്ന സമയത്ത് ഒരു 24ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ പെട്ടെന്ന് എനിക്ക് വീട്ടിലെ കാര്യങ്ങളിലേക്ക് ഞാൻ പോയെന്റെ മൈൻഡ്. അപ്പൊ എനിക്ക് വിളിക്കാനോ കോണ്ടാക്ട് ചെയ്യാനോ എന്താണ് അവിടെ നടക്കണേന്ന് അറിയാനായിട്ടൊരു ഓപ്ഷൻ ഇല്ല എനിക്ക്. അത് പെട്ടെന്നൊരു ടെൻഷൻ നമുക്ക് വരും. നമ്മളെയൊക്കെ അമ്മ അപ്പൻ വീട്ടുകാരെയൊക്കെ പറ്റി ആലോചിക്കുമ്പോ അത് നമ്മ മൈൻഡിനെ മാറ്റാന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. എല്ലാരും കൂടി നിങ്ങളുടെ കഥകളൊക്കെ പറഞ്ഞ അങ്ങനത്തെ വേറെ കഥകൾ മാറ്റി നമ്മ സംസാരിച്ച് അങ്ങനെ പോകും. പലർക്കും പല കഥകൾ, ചിലപ്പോ ഗർഭിണികളായിട്ടുള്ള ഭാര്യമാരുണ്ടാവും, വയ്യാത്ത അമ്മയുള്ളവരുണ്ടാവും. അങ്ങനെയാണ് കാര്യങ്ങൾ. കടലിലെ വിശേഷങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ അടിയിലത്തെ നിങ്ങളുടെ കിടക്കുന്ന സ്ഥലം അതും കൂടെ ഒന്ന് കണ്ടാ കൊള്ളാവുന്നുണ്ടായിരുന്നു. പിന്നെ പലരുടെയും ഒരു ഡൗട്ടാണ് ബോട്ടിനകത്ത് ബാത്റൂം ഉണ്ടോ, അതും നമുക്ക് കാണാം അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ വീൽ ഹൗസ് ആണ് നമ്മൾ ഹൗസ് കാണുന്നത്. ശരിക്കും വീൽ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വീട് പോലെ തന്നെ, ബോട്ടിലുള്ള ഒരു വീടിനെയാണ് നമ്മൾ ഈ വീൽ ഹൗസ് എന്ന് പറയുന്നത്. ഉച്ച സമയത്തൊക്കെ കൂടുതൽ ഇതിനകത്ത് തന്നെ ആയിരിക്കും അല്ലേ വെയിൽ? ഇല്ല, നമ്മ വലയിട്ട സമയമാണെന്നുണ്ടെങ്കിൽ മഴയാണെങ്കിലും വെയിലാണെങ്കിലും വല പിടിക്കാനുണ്ടെങ്കിൽ നമ്മൾ പിടിച്ച് കയറ്റിയിട്ട് പിന്നെ വലയിട്ട് കഴിഞ്ഞിട്ട് ഉള്ള ഇടയിലുള്ള ഒരു ഗ്യാപ്പിലുള്ള റെസ്റ്റ് ടൈം മാത്രമേ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതെന്താ കുറെ വോക്കി ടോക്കി പോലത്തെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വയർലെസ്സുകളാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ 2 വയർലെസ് ഉണ്ട്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടലിൽ കമ്മ്യൂണിക്കേഷൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ വയർലെസ്, സീ ഫോൺ അങ്ങനത്തെ സംഭവങ്ങളിലൂടെ. അപ്പൊ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ മറ്റേത് ഉപയോഗിക്കാനായിട്ട്. അപ്പൊ ഒരെണ്ണത്തിന് ചിലപ്പോൾ റേഞ്ച് കൂടുതലുള്ള ഇതുണ്ടാവും, അതുപോലെ ഒരെണ്ണം റേഞ്ച് കുറഞ്ഞായിരിക്കുള്ളൂ, അങ്ങനത്തെ ഇതുണ്ടാവും. പിന്നെ അതുപോലെ ഇവിടെ സീ ഫോൺ ഇരിക്കുന്നുണ്ട്. സീ ഫോൺ, ഈ സീ ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ ഈ വയർലെസ്സിനകത്ത് സംസാരിക്കണം. ഇപ്പൊ നല്ല പണിത്തിരിവൊക്കെ വരാൻ നേരത്ത് വയർലെസ്സിൽ സംസാരിക്കുമ്പോ ആ ഒരു ചാനലിലുള്ള ആളുകൾ മൊത്തം കേൾക്കും. അപ്പൊ നമ്മ ഇപ്പൊ കൂട്ടബോട്ടിനോടാണ് പറയണെന്നുണ്ടെങ്കിൽ ആ ബോട്ട് അവിടെ എത്തണതിന് മുന്നേ വേറെ ബോട്ടുകളെല്ലാം ആ ഒരു ഗ്രൗണ്ടിലെത്തും. അപ്പൊ അതുകൊണ്ട് സീക്രട്ട് ആയിട്ട് പറയാനായിട്ടാണ് നമ്മൾ ഈ സീ ഫോൺ ഉപയോഗിക്കുന്നത്. സീ ഫോണിന് പിന്നെ മാസാമാസം മന്ത്ലി നമ്മ ക്യാഷ് അടക്കണം. ഇതിനെ അടക്കൊന്നും വേണ്ട, ഇതിനെ അടക്കണ്ട. ഇതില് നമുക്കിപ്പോ പോലീസുകാരൊക്കെ സംസാരിക്കില്ല, അതൊക്കെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. പക്ഷെ നമ്മ അങ്ങനെ കൊടുക്കാറൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതും അതാണ് നമ്മൾ പോലീസിന്റെ സീക്രട്ട് ഇൻഫർമേഷൻ ഇല്ല, അങ്ങനെ സീക്രട്ട് ആയിട്ട് അവര് പറയൊന്നുമില്ല. ഇപ്പൊ ഈ റോട്ടിൽ ഇന്ന ആള് തന്നെയുണ്ട്, അവിടെ പോയിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞു കാര്യങ്ങൾ. പിന്നെ അതുപോലെ ഈ സീ ഫോണില് നമുക്ക് മന്ത്ലിയും റീചാർജ് ചെയ്യാം, ഇയർലി റീചാർജ് ചെയ്യാം. 1 മിനിറ്റ് ഇത് സംസാരിക്കാൻ പറ്റുള്ളൂ. അതിന് പിന്നെ വീണ്ടും നമ്മൾ കോൾ ചെയ്യണം. ഇതിനും ആ റേഞ്ചിന്റെ ആ ഒരു അധികം ദൂരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഒരു ലിമിറ്റ് വെച്ചാൽ ഇതിലും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് വീട്ടിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വല്ല വഴിയുണ്ടോ? ആ, വീട്ടിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് വിളിക്കാനും പറ്റും. അവർക്ക് ഇങ്ങോട്ട് വിളിക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ടേക്ക് വിളിക്കാനായിട്ട് പറ്റും. ഓക്കെ, അടിപൊളി. അപ്പൊ ഇവിടെയും ഇതിനടിയിലൊക്കെ കിടക്കുന്നത്, ഇതിന്റെ മുകളിലായിട്ട് ഞങ്ങൾ കിടക്കും. ഇവിടെ കിടക്കും. ഇവിടെ നമുക്കൊരു 5-6 പേർക്ക് നമുക്ക് ഇങ്ങനെ നിരന്നിങ്ങനെ കിടക്കാൻ പറ്റും. അതുപോലെ ഇതിന്റെ അടിയിലായിട്ടും നമുക്ക് കിടക്കാൻ പറ്റും. മഴ പെയ്യുമ്പോഴും വെയിൽ വരുമ്പോഴൊക്കെ ഞങ്ങൾ കയറണത് ഇവിടെയാണോ ഇഷ്ടം? ഞാൻ മുകളിലാണ് കിടക്കണം. മുകളിൽ കിടക്കുമ്പോ നമുക്ക് ചുറ്റുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റും. അടിയിൽ കിടക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോളിങ് വരുന്ന സമയത്ത് അധികം നമ്മ ആടില്ല, സുഖമായിട്ട് കിടക്കാം. മുകളിൽ പക്ഷെ ഇങ്ങനെ ഭയങ്കരമായിട്ട് റോളിങ് നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തൊട്ട് ബാക്കിലായിട്ടാണ് നമുക്ക് ബോട്ടിന്റെ കിച്ചൺ വന്നത്. അവിടെയാണ് ഞങ്ങളുടെ കലാപരിപാടികളെല്ലാം നടക്കുന്നത്. ഫുള്ള് കലാപരിപാടികൾ അവിടെയാണ് നടക്കുന്നത്.
അതുപോലെ അതിന്റെ ഓരോ ഡെപ്പിയുടെ ഉള്ളിൽ ഓരോ ഇതുണ്ട്, കള്ളികളുണ്ട്. അതിന്റെ ഉള്ളിലാണ് ഞങ്ങൾ പൊടികളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സ്റ്റോർ റൂം അപ്പൊ അടിയിലാണ്. സ്റ്റോർ റൂം ബോട്ടിന്റെ മുന്നിൽ അടിയിലായിട്ടാണ്. അടിപൊളി അടിപൊളി. സ്റ്റോർ റൂം നമുക്ക് കാണാൻ ഫുള്ള് സാധനങ്ങളുണ്ട് അല്ലേ? ടി വി, പെൻഡ്രൈവ് കുത്തി നമുക്ക് സിനിമ കാണാനായിട്ട് പറ്റും. എല്ലാ കാര്യങ്ങളും കടലിൽ ചില സമയങ്ങളിൽ ചോദിച്ചല്ലേ പണിയില്ലാത്ത സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു, അപ്പൊ നേരെ ആങ്കർ ഇട്ടിട്ട് ഇതുപോലെ പുതിയ പടങ്ങൾ പെൻഡ്രൈവ് കയറ്റിക്കൊണ്ടുവരും, നേരെ കുത്തും ഈ ടിവിയിൽ ഇരുന്ന് ഇങ്ങനെ. നമുക്ക് അറിയത്തില്ല ഇതിനകത്ത് ടി വി വരെ ഉണ്ടെന്നുള്ള സംഭവം. ഫുള്ള് കംപ്ലീറ്റ് സെറ്റപ്പാണ്. അപ്പൊ നമ്മുടെ ബോട്ടിന്റെ കിച്ചൺ നേരത്തെ പറഞ്ഞല്ലോ, ഈ കാണുന്ന ബോട്ടിന്റെ കിച്ചൺ. ഇവിടെ നമുക്ക് കിടക്കാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. അവിടെ ഉള്ള അതേ സെറ്റപ്പ് തന്നെ ഇവിടെയും ഉണ്ട്. കണ്ട ഈ ഒരു പലക, ഈ പലക നമ്മ ഇങ്ങനെ പൊക്കി ഈ ഒരു സ്ലോട്ടിൽ ഇടുമ്പോ ഇവിടെയും കിടക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് 17 പേർക്ക് 18 പേർക്കൊക്കെ കടലിൽ ഇങ്ങനെ കിടക്കാനായിട്ടുള്ള ഫുൾ സെറ്റപ്പ് ഇതിനകത്ത് ഉണ്ടെന്നുള്ളത്. അതുപോലെ ഇവിടെയാണ് നമ്മ കുക്ക് ചെയ്യണത് കറക്റ്റ് ആയിട്ട്. ഇവിടെയാണ് നമ്മുടെ സ്റ്റൗ തന്നെ. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു പെട്ടി പോലെ ഉള്ളിൽ വെച്ചേക്കണത് നമുക്ക് കാറ്റടിച്ച് ഇത് കെട്ടുപോകാതിരിക്കാൻ വേണ്ടി. അതുപോലെ ഈ സ്ക്വയറിൽ ഇങ്ങനെ കമ്പി കൊടുത്തേക്കണ് റോളിങ്ങില് ചരിഞ്ഞും ഈ പാത്രം പോവാതിരിക്കാൻ. അത് നമുക്ക് ഈ വെക്കണ പാത്രത്തിന്റെ അളവനുസരിച്ച് നമുക്ക് ഇതിങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. കണ്ട അങ്ങനെ സ്ലോട്ടിലിരിക്കുമ്പോ അത് ചരിഞ്ഞു പോകത്തില്ല. അതുപോലെ ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ മസാലക്കൂട്ടുകൾ, കാര്യങ്ങൾ, എല്ലാ സംഭവങ്ങളൊക്കെ വെച്ചേക്കണത്. ചോറൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ, അവർക്കുള്ളതാണ്. പിന്നെ ഇവിടെയും കിടക്കാം നമുക്ക് ഇങ്ങനെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ബോട്ടിന്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലം, എഞ്ചിൻ റൂം. ഇത് കണ്ട ഇത്രയും വലുതാണ് ഈ ബോട്ടിന്റെ എഞ്ചിൻ റൂം. ഇതിന്റെ ഉള്ളിലാണ് ഞാൻ പെട്ടുപോയത്. 495 HP പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണ് ഇതിലിരിക്കുന്നത്. 6 സിലിണ്ടർ. ഇതിനകത്താ ശ്വാസം മുട്ടിപ്പോയത്. അതെ, ഇതിന്റെ ഉള്ളിലാണ് ശ്വാസം മുട്ടിപ്പോയത്, ആ ജനറേറ്ററിന്റെ ഇത് പൊട്ടിയിട്ട്. ഇത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. ഇപ്പൊ ഇതിലിരിക്കുന്ന എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 495 HP എഞ്ചിനായിരിക്കണം, 6 സിലിണ്ടർ എഞ്ചിൻ. അതുപോലെ തന്നെ ഗിയർ, എഞ്ചിന് മാത്രമായിട്ട് ഏകദേശം ഒരു 22 ലക്ഷം രൂപ 20 ലക്ഷം രൂപ മേളിൽ വരും, എഞ്ചിനും ഗിയറൊക്കെ കൂടിയിട്ട്. മൊത്തത്തിലപ്പോ ഒരു ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പൈസ ഇപ്പഴാ മനസ്സിലായി. ഏകദേശം ഒരു പുത്തൻ ബോട്ട്, അത്യാവശ്യം വലിപ്പമുള്ള ബോട്ട്, എല്ലാ സൗകര്യങ്ങളും കൊണ്ട് ഇറക്കാനായിട്ട് ഒരു 1.5 കോടി രൂപ മേളിൽ വരും. വലയും എല്ലാം കൂടി വരുമ്പോ എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ ഒരു ബോട്ട് ഇറക്കാനായിട്ട് പറ്റട്ടെ. അപ്പോ നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഒരു പ്ലേസിൽ വെച്ചിട്ട് വല വലിച്ചെടുക്കുന്ന കാര്യങ്ങൾ നടക്കണ ഇവിടെയാണ്. വല ഇടണതും വല വലിച്ചു കയറ്റണെല്ലാം ഈ സ്ഥലമാണ്. ഈ സ്ഥലത്തിനാണ് നമ്മൾ അമരം എന്ന് പറയുന്നത്. അമരം എന്ന് പറയുന്നത് ഇതാണ്. വല നമ്മൾ കടലിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ആ വലനെ താത്തണ ഒരു സാധനമാണ് ഈ കാണുന്ന ബോർഡ് എന്ന് പറയുന്നത്. ഇരുമ്പിന്റെ ബോർഡാണ്, 2 സൈഡും ഉണ്ട്. ആ 2 സൈഡിലേക്കും നമ്മൾ ഈ വല ഇറക്കിയിട്ട് അതിന്റെ റോപ്പ് ഇറക്കിയിട്ട് കുറച്ച് റോപ്പ് ഇറക്കിയിട്ട് ഈ ബോർഡർ ഇറക്കും. ബോർഡർ ആക്കി കഴിയുമ്പോൾ ബോർഡ് വലനെ താത്തി കഴിയും. അപ്പൊ ഇതിന്റെ ഷേപ്പ് കണ്ട, ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് ഈ മണ്ണി കൂടെ തട്ടി വരാൻ നേരത്ത് ഉടക്കാണ്ട് ഇങ്ങനെ തട്ടി ഇങ്ങനെ വരും. അതായത് വല ആദ്യം ഈ റോപ്പ് വരും, അതിന്റെ ബാക്കിൽ ഈ ബോർഡ് വരും, അതിന്റെ ബാക്കിലായിരിക്കും വല വരുന്നത്. അപ്പൊ ഈ ബോർഡ് ഇങ്ങനെ ഈ മണ്ണി കൂടെ വരാൻ നേരത്ത് ഫുള്ള് ചെളിയായിരിക്കുള്ളൂ. അപ്പൊ ഈ മീൻ എങ്ങോട്ട് ഓടണമെന്ന് അറിയാൻ പറ്റത്തില്ല. ഇത് കണ്ടാണ്ട് നേരെ ഓടിച്ചാലാണ് വലയിലേക്ക്. മനസ്സിലായി? അതുപോലെ വലനെ താത്താനും ട്രാപ്പാണ് ശരിക്കും. വലനെ താത്താനായിട്ടുള്ളതാണ് മെയിൻ ആയിട്ട്. അതുപോലെ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ തട്ടി ഇങ്ങനെ വരുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ചെള്ളയായിട്ട് മീൻ ഓടി നേരെ അതിന്റെ ഉള്ളിലേക്ക് കയറും. ഇതുപോലെ പല പടങ്ങളൊക്കെ വരാൻ നേരത്ത് നമ്മുടെ ഈ കടലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബോട്ടുകൾ ഉണ്ടാവുമല്ലോ. ഓരോ ഗ്രൗണ്ടിൽ ചിലപ്പോൾ തൊട്ടടുത്ത് എവിടെയോ ബോട്ടുകൾ വലിച്ചുകൊണ്ടുണ്ടാവും. അപ്പൊ ഈ ബോർഡും 2 ബോട്ടിന്റെയും ബോർഡുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുടുങ്ങിയിട്ട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ ബോട്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വല കിടക്കണത് ആ അറ്റത്തായിരിക്കും, അങ്ങ് ദൂരെ ആയിരിക്കും കിടക്കണത്. പിന്നെ അതുപോലെ അതാണ് വയർ റോപ്പ്. ആ റോപ്പിലാണ് ഈ കാണുന്ന വെയിറ്റ് മൊത്തം നിൽക്കുന്നത്. അതായത് ഈ വലയും അതുപോലെ ഈ ബോർഡും എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത് വയർ റോപ്പിനകത്താണ്. അതുപോലെ ഇത് മാസ്റ്ററിന്റെ റാക്കും. നമ്മുടെ വല വലിച്ച് നമ്മുടെ വീഞ്ച് വല വലിച്ച് നമ്മുടെ ബോട്ടിന്റെ ഇവിടം വരെ എത്തിക്കോളൂ. ഇവിടെ നിന്ന് ഇതിനെ പൊക്കി കയറ്റണ് ആ മാസ്റ്ററിനകത്ത് മേളിൽ ആ ഒരു കപ്പി വെച്ചിട്ടാണ് നമ്മൾ പൊക്കി ബോട്ടിലേക്ക് കയറ്റുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇതെല്ലാം ചെയ്യുന്നു, ബോട്ടിൽ പോകുന്നു, വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, ഇതിന്റെ പിന്നെ എഡിറ്റിംഗ് അപ്ലോഡിങ് എല്ലാം കൂടെ ഒറ്റയ്ക്ക് എങ്ങനെ സാധിക്കും? ഇപ്പൊ ഞാൻ പോയി കഴിയുമ്പോ 10 ദിവസം കഴിഞ്ഞൊക്കെയാണ് അതിന് മെയിൻ ആയിട്ട് ഡെയിലി വീഡിയോ വരുന്നുണ്ട്. എന്റെ പാർട്ട്ണർ ഉണ്ട്, നമ്മുടെ ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ തളർന്നു പോകുന്ന നേരത്തെ തന്നെ ഇങ്ങനെ ഉന്മേഷത്തോടെ ചെയ്യടാന്ന് പറയും. ആളെ ഞാൻ പരിചയപ്പെടുത്തരാം. പ്രിൻസേ വാടാ. എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ചില സമയങ്ങളിലൊക്കെ പ്രിൻസ് എന്നാണ് പേര്. ചില സമയങ്ങളിലൊക്കെ എനിക്ക് ഇങ്ങനെ നമ്മ ഇപ്പൊ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്ത് വരാൻ നേരത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്, ആളുകളിലേക്ക് വ്യൂ ഒന്നും പോകണ്ടായി കഴിയുമ്പോ. തളർന്നു കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ പുള്ളിക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ചാനലിലൂടെ എത്തുന്നതിന്റെ ഒരു പാതി പങ്ക് പുള്ളിക്കാരന്. ക്യാമറ മുമ്പിൽ വരാനായിട്ട്
അടിപൊളി. അപ്പൊ ഒരു ടീം എഫേർട്ടും കൂടിയാണ്. അതെ അതെ. അപ്പൊ അത് ടീം എഫേർട്ടാണ് ശരിക്കും പറഞ്ഞ കടൽമാക്രി ഒരു ചാനൽ. അപ്പൊ അതെന്തായാലും ഇനിയും നിങ്ങളുടെ രണ്ടാളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും ആ ഒരു പാർട്ട്ണർഷിപ്പും എല്ലാം കാരണം ഇങ്ങനെ തന്നെ ഒരുപാട് സക്സസിലോട്ട് പോകും. ഉടനെ തന്നെ 1 മില്യൺ അടിക്കട്ടെ അല്ലേ? അതിലും കൂടുതൽ പോട്ടെ. അതെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.